നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു മണിക്കൂർ ഭംഗിയായിട്ട് തീരാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ സാധിക്കുന്നവരൊന്ന് വീഡിയോ ഓൺ ചെയ്താൽ നമുക്ക് നന്നായിരിക്കും. അപ്പോൾ കുറച്ച് പേരെങ്കിലും ആരെങ്കിലും ഒക്കെ കണ്ടുകൊണ്ട് സംസാരിക്കാം. ഇത് സ്ക്രീനിനെ മാത്രം സംസാരിക്കുന്ന എനിക്കൊരു പരിചയമുള്ളൊരു കാര്യമല്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. അപ്പോൾ വളരെ നീണ്ട ഒരു 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 ഇൻട്രൊഡക്ഷൻ ആയിപ്പോയി. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു, ഞാൻ അയച്ചു കൊടുക്കുകയത്. അത് ചുരുക്കി പറയുന്ന ഞാൻ വിചാരിച്ചു. എന്തായാലും സമയം കുറെ പോയി, ഞാൻ മേക്കപ്പ് ചെയ്യാണ്ട് ശ്രമിക്കാം. അപ്പം നമ്മൾ ഇന്ന് തുടങ്ങിയത് ഒരു പ്രാർത്ഥനയോട് കൂടിയാണ്. എന്തിനാണ് നമ്മളൊരു സയൻറ്റിഫിക് ടോക്ക് നടത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു നല്ല ഡോക്ടർ ആകണമെങ്കിൽ നമ്മൾ ദൈവവിശ്വാസികളാണ്. ആർക്ക് വേണമെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഡോക്ടർമാരാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും. നമ്മൾ എന്തിനാണ് ഡോക്ടർ ആയത്? നമ്മൾ പലരും വിചാരിക്കും ഞാൻ ഇന്ന കാരണം കൊണ്ട് ഡോക്ടറായി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആവശ്യം കൊണ്ട്, ഇന്ന താല്പര്യം കൊണ്ട് ഡോക്ടറായി. നമ്മൾ കുറച്ച് പ്രായമൊക്കെ എന്നെ പോലെ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എൻ്റെ തീരുമാനമായിരുന്നില്ല, ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു എന്ന്. അപ്പോൾ എന്തിനാണ് ഒരു ശാസ്ത്ര വിഷയത്തിൽ ദൈവത്തിൻ്റെ കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മളൊരു ദൈവവിശ്വാസിയും കൂടി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ മാൻ ആയിരിക്കണം. സ്പിരിച്വാലിറ്റി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ വ്യത്യസ്തമായിരിക്കും. എങ്കിൽ ആ ഒരു സ്പിരിച്വൽ ഫോക്കസിങ് ഇല്ലെങ്കിൽ നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർ ആവാനും പറ്റത്തില്ല, GNM പ്രാക്ടീഷണർ ആവാനും പറ്റത്തില്ല. നമ്മൾ GNM എന്നുള്ള പേര് ആണ് ഇന്ന് GHK എന്ന് ഞങ്ങൾ മാറ്റി വിളിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമ്മൾ ഈ പ്രൊഫഷനിലേക്ക് ദൈവം വിളിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നതാണ് നല്ലത്. നമ്മുടെ എല്ലാവരുടെയും ഗുരു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒത്തിരി പേരുടെ ഗുരുവായ ഡോക്ടർ പ്രഫുൽ വിജയ്ക്കർ പറയുന്നത്, നിങ്ങൾക്ക് വരുന്ന ഓരോ രോഗിയും നിങ്ങളുടെ സഹായത്തിനായി ഈ പ്രപഞ്ചം എന്നൊക്കെ വിളിക്കാം നമുക്ക്, പക്ഷെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം എത്തിച്ചു തരുന്നതാണ് എന്ന് വിശ്വസിക്കുന്നതാണ് കുറച്ചുകൂടെ അഭികാമ്യം. നമ്മൾ ഒത്തിരി പേര് ദൈവത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു, പ്രപഞ്ച ശക്തികളിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അതിലൊരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനർജിയിൽ വിശ്വസിക്കുന്നു. അങ്ങനെ പല രീതിയിലും ഒരു കുടുംബത്തിൽ തന്നെയുള്ള ഭാര്യയും ഭർത്താവും രണ്ട് വ്യത്യസ്തമായ സ്പിരിച്വാലിറ്റി ഉള്ളവരായിരിക്കും. പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അതൊരു പക്ഷേ ചെറിയ പ്രായത്തിൽ അത്രയും മനസ്സിലായെന്ന് വരത്തില്ല. കുറച്ച് ജീവിതത്തിൻ്റെ ഈ വഴികളിലൂടെ കുറേ നടന്ന് അവസാനമൊക്കെ ആകുന്ന ഒരു സമയത്തായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് വിളിച്ചിരിക്കുന്നത്? അത് ആ വിളിയിൽ അതിനെ വൊക്കേഷൻ എന്നാ പറയുക. വൊക്കേഷൻ, അത് ഗോഡ്സ് കോൾ എന്ന് പറയും. അതിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സെലക്ഷൻ അല്ല എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഒരു 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 കൺസോളിങ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ഇപ്പം നമ്മുടെ ഡ്യൂട്ടീസ് എന്താണ്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാനായിട്ടാണ്. അപ്പം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നമ്മളുടെ ദൈവ സേവനം തന്നെയാണ്, അല്ല ദൈവത്തോടുള്ള നന്ദി തന്നെയാണ് നമ്മുടെ സഹോദരങ്ങളോടുള്ള സമീപനം. അപ്പം അതുകൊണ്ട് ഇത് രണ്ട് ഡയറക്ഷനിലാണ്. ഒന്ന് ഗോഡ്സ് ടുവേഴ്സ് ഗോഡ്, ഒന്ന് നമ്മുടെ സഹജീവികളോട്. അപ്പം സഹജീവികളോടുള്ള ഒരു കടമ നിർവഹിക്കാൻ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു മേഖലയാണ് നമ്മളെല്ലാം ഫലമേൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഡോക്ടറായിരിക്കും. അപ്പോൾ നമ്മൾ ഡോക്ടർ ആയിരിക്കുമ്പോൾ നമ്മൾ രോഗം, ആരോഗ്യം, സൗഖ്യം, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരിക്കണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരു സത്യം ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളതാണ്. വി ആർ ഓൾ മിസ്ഗൈഡഡ്, ഓൾ വി വെയർ ഓൾ മിസ്ഗൈഡഡ്. അത് ഈ സാഹചര്യങ്ങളുടെ ഫലമായിട്ട് വന്നതാണ്. നമ്മളെല്ലാവരും
ഒരുപോലെ ഹോമിയോപ്പതി പഠിക്കാനായിട്ട് ഹോമിയോപ്പതി കോളേജുകളിലാണ് വന്നത്. ഹോമിയോപ്പതി കോളേജുകളിൽ പഠിപ്പിക്കുന്ന 80% അലോപ്പതിയാണ്, അല്ലെങ്കിൽ വെറും ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടാണ് എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് GHK എന്ന് പറയുന്ന ശാസ്ത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ പഠിപ്പിച്ചത് മുഴുവൻ നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ളതാണ്. നമ്മുടെ 20% മാത്രമാണ് നമ്മൾ ഭാഗ്യം ചെയ്തവരായത് ഹോമിയോപ്പതി പഠിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പുതിയ തലമുറ വല്ലാതെ വിഷമിക്കുകയാണ്. ഇതാണ് സത്യം. ഞാൻ ഈ ഫീൽഡൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. പുതിയ തലമുറയുടെ വിഷമങ്ങൾ മനസ്സിലായതാണ്. ഒത്തിരി പേര് നിരാശരാണ്. അവർ ഈ പ്രൊഫഷനിൽ എടുത്തുപോയല്ലോ എന്നുള്ള രീതിയിൽ നിരാശരാണ്. ഒത്തിരി പേര് ഹാർഡ് വർക്കിംഗ് കൊണ്ട് അവരുടെ ഈ സീക്രട്ട് ആയിട്ടുള്ള പ്രൊഫഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഞാനീ പറയുന്നത്, നമ്മൾ അലോപ്പതി ആണ് 80% നമ്മൾ ഹോമിയോപ്പതി കോളേജിൽ പഠിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ GNM പഠിക്കണം. എങ്ങനെ എല്ലാവരും എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്ന ഒരു കോൺട്രവേഴ്സി ആയിട്ട് നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ ഇയാൾക്ക് എന്നെക്കുറിച്ച് പലരും പറയുന്നത് വയസ്സാങ്കാലത്ത് ഹി ബിക്കെയിം ക്രേസി, അതുകൊണ്ട് നടന്ന വഴി മറന്നു. അങ്ങനെയല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ അതെൻ്റെ സഹോദരങ്ങളോട് സഹ പ്രൊഫഷനിലുള്ളവരോട് പറയുകയാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. കാരണം ഇന്നലെ ഞാൻ എല്ലാ ഡോക്ടർമാരുടെ കാര്യം പറയുമ്പോൾ ഒരാൾ പറയും എനിക്ക് സ്ട്രോക്ക് വന്നു എന്നാണ് പറയുക, ക്യാൻസർ വന്നു എന്നാണ് പറയുക, പനി പിടിച്ചു എന്നാണ് പറയുക, ഡയബറ്റിസ് പിടിച്ചു, പ്രമേഹം പിടിച്ചു, പ്രഷർ പിടിച്ചു. ഇപ്പോൾ പിടുത്തം വലിയും നമ്മളെ കയറി അറ്റാക്ക് ചെയ്യലും ഒക്കെയാണ് രോഗം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ രോഗം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. നമ്മളെ അതിജീവനത്തിന് വേണ്ടിയിട്ട് ഈ പ്രകൃതി, അല്ലെങ്കിൽ നമുക്ക് ബയോളജി എന്ന് പറയാം, ബയോളജി നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പ്രോഗ്രാംസ്, ഈ പ്രോഗ്രാംസ് ആണ് രോഗം എന്നുള്ള തെറ്റായിട്ടുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് GNM പഠിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ GHK പഠിക്കുന്നതോടുകൂടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കും. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ. ഒരു 3 ദിവസം പനിക്ക് ഒരു മരുന്നും കൊടുക്കാതെ നിങ്ങൾ പേടിക്കാതിരിക്കാമെങ്കിൽ ഏത് പനിയും പോകും. അതിന് നിങ്ങൾ ടൈഫോയിഡ് ഫീവർ, ഡെങ്കു പനി ഇങ്ങനെയൊന്നും പറയണ്ട. ഡെങ്കു പനി എന്ന് പറയണ്ട, ടൈഫോയിഡ് ഫീവർ എന്ന് പറയണ്ട. അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം നമ്മുടെ മേലെ അടിച്ചേൽപ്പിച്ചതാണ്. നമ്മൾ ഇതിലൊക്കെ വളരെ എക്സ്പേർട്ടുകളാണ്. ഒരുപക്ഷെ അലോപ്പതി MBBS സ്റ്റുഡൻസിനേക്കാളും മിടുക്കരാണ് നമ്മൾ ഓരോ ഹോമിയോ ഡോക്ടേഴ്സ്. വളരെ നന്നായിട്ട് ഡയഗ്നോസിസ് പറയും. എല്ലാ CME ക്ലാസ്സസും എടുക്കുന്നത്. അലോപ്പതിയിൽ എന്തൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിരിക്കുന്നത് അത് വളരെ നന്നായിട്ട് വായിക്കാനും പഠിക്കാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും കഴിയുന്ന ഡോക്ടർമാർ വന്നിട്ട് ക്ലാസ് എടുക്കും. എന്നിട്ട് അതിൻ്റെ അവസാനം ഞാൻ വർഷങ്ങളായിട്ട് പറയുന്ന അതേ ഉദാഹരണമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വായിലേക്ക് വന്നത്. പുട്ടിന് പീര പോലെ. പുട്ടിന് രുചി കൂടാനായിട്ട് നമ്മൾ പീര ഇടാറുണ്ട്. നമ്മൾ മലയാളികൾക്കൊക്കെ അറിയുന്ന ഒരു വിശിഷ്ട ഭക്ഷണമാണ്, ബ്രേക്ക്ഫാസ്റ്റാണ്. പുട്ടിന് പീര രുചി കൂട്ടാനായിട്ട് ഇടുന്നതാണ്. അതുപോലെ പുട്ടിൻ്റെ പുറമേ ഇടുന്ന ഒരു സാധനം മാത്രമായിട്ട് നമ്മുടെ ഹോമിയോപ്പതിയിലുണ്ട്, തെറാപ്യൂട്ടിക്സ്. പനിക്ക് ഇത് മരുന്ന്, ബ്രോങ്കൈറ്റിസ്. ഞാനൊരു പക്ഷേ നമ്മൾ ഹോമിയോപ്പതി മാത്രം പഠിച്ചിട്ടുള്ള GHK പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ചുമയുടെ കാരണം അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും എന്നോട് ദേഷ്യം പിടിക്കരുത്. Why someone coughs, why someone sneezes, why someone has got കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകണം. why PCOD അല്ലെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, why spinal spondylosis, cervical or lumbar, അങ്ങനെ തുടങ്ങി ഏതെല്ലാം രോഗത്തിൻ്റെ ഒരു പേര് പറഞ്ഞോളൂ. അതെല്ലാം കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയയിലും വൈറസിലും ഇമ്മ്യൂൺ ഡെഫിഷ്യൻസിയിലും ഇമ്മ്യൂണോ കോംപ്രമൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം. ഇതൊന്നുമല്ല, ഇതെല്ലാം അലോപ്പതിയാണ് പറഞ്ഞത്. ഇപ്പം ജസ്റ്റ് നൗ ഞാനിപ്പോൾ ഒരു ഓൺലൈനിലൊരു കേസ്, അത് മധ്യപ്രദേശ് ഇൻഡോറിൽ നിന്നൊരു പേഷ്യൻ്റാണ്. അപ്പോൾ ഫൈബ്രോയിഡാണ്. ഫൈബ്രോയിഡ് എന്തുകൊണ്ടാണെന്ന് ഒരു ഡോക്ടർക്ക് അറിയത്തില്ല, ഹോമിയോ ഡോക്ടർക്ക് അറിയത്തില്ല. GNM പഠിക്കാതെ GHK പഠിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഫൈബ്രോയിഡ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഓവറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ട് UTI ഉണ്ടാകുന്നു, എന്തുകൊണ്ട് റീനൽ പെൽവിസിൽ ഒരു സ്റ്റോൺ ഉണ്ടാകും, ഇതൊന്നും നമുക്കറിയത്തില്ല. ഇതിനൊക്കെ GNM പഠിക്കണം. ഇത് പഠിക്കാതെ നമ്മൾ എങ്ങനെയാണ് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ കടമ നിർവഹിക്കുക? ഇതാണ് എനിക്ക് മനസ്സിലാവാതെ ഉള്ളത്. ഇതെല്ലാം ഞാനൊരു 50 വർഷം, 51ാമത്തെ വർഷമാണ് ഹോമിയോപ്പതിയിൽ കൈവച്ചതിന് ശേഷം. ഇത്രയും വർഷം ഞാൻ പഠിച്ചു എന്നൊന്നും അല്ല പറയുന്നത്. എൻ്റെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ദൈവം എന്നെ നിയോഗിച്ചത്
അനുസരിച്ചിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ 2013 മുതൽ വളരെ ഇൻറ്റൻസ് ആയിട്ട് GHK പഠിച്ചു തുടങ്ങിയത്. 2008 ഞാനത് കേൾക്കുന്നത്. ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെയും അനിതയുടെയും ഒക്കെ ഉള്ള ഞങ്ങളുടെ ഗുരുദാസനായിട്ടുള്ള ഡോക്ടർ പ്രഫുൽ വിജയ്ക്കറുടെ ഒരു പ്രൊഡിക്റ്റീവ് സെമിനാർ ലൂധിയാനയിൽ വെച്ച് നടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പക്ഷെ അത് കേട്ട സമയത്ത് 2008 ആണെങ്കിൽ എനിക്ക് ഒരു 5 വർഷത്തേക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യം കൊണ്ട് വായിക്കാനൊന്നും പറ്റിയിരുന്നില്ല. 2013 മുതലാണ് ഞാൻ വളരെ ഇൻറ്റൻസ് ആയിട്ട് എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അന്ന് മുതലേ ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ഡോക്ടർ റൈക്കിയ ജിയാദ് ഹാമർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഡോക്ടർ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടായി. എനിക്ക് കുറച്ച് ലീവ് റെസ്റ്റൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ വായിച്ച് അതിൻ്റെ അകത്ത് കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ദിസ് ഈസ് വണ്ടർഫുൾ, റെവല്യൂഷണറി, ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്നൊക്കെ നമ്മൾ പറയും. ഗ്രൗണ്ട് ബ്രേക്കിംഗ്, പാരഡൈം ഷിഫ്റ്റ്, ഗെയിം ചേഞ്ചർ, ഇങ്ങനെ പല പേരുകളൊക്കെ നമ്മൾ ആധുനിക കാലത്ത് ഉപയോഗിക്കാറുണ്ട്. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ റെവല്യൂഷണറി സയൻസ് ഓഫ് ദി ഫ്യൂച്ചർ. ഞാൻ ഒരു ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് GHKയിൽ മിടുക്കരായിട്ടുള്ള എൻ്റെ ടീച്ചേഴ്സ്, ഇൻ്റർനാഷണൽ ടീച്ചേഴ്സിന് ഒന്നും അറിയത്തില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയും കൂടെ എനിക്ക് സ്വന്തമായി കിട്ടിയതുകൊണ്ട് GHK പ്ലസ് ഹോമിയോപ്പതി ഈസ് ഗോയിങ് ടു ബി ദി മെഡിസിൻ ഓഫ് ദി ഫ്യൂച്ചർ എന്ന് എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. വെദർ ഐ ആം ലിവിങ് ഇൻ ദിസ് വേൾഡ് ഓർ നോട്ട് ലിവിങ് ഇൻ ദിസ് വേൾഡ്, ഇറ്റ്സ് ഇമ്മെറ്റീരിയൽ. ഡോക്ടർ ഹാമർ ഇന്നില്ല, ഡോക്ടർ ഹാനിമാൻ ഇന്നില്ല, ഡോക്ടർ പ്രഫുൽ വിജയ്ക്കർ ഇല്ല, ബട്ട് വി ആർ ക്യാരിയിങ് ഫോർവേഡ് ദി ലെഗസി ഓഫ് ദീസ് ലെജൻഡ്സ്. അതുകൊണ്ട് അത് ഈ ലോകത്തിലുണ്ടായിരിക്കും. ഇന്നൊരു പക്ഷേ അംഗീകരിക്കുന്നില്ല, അല്ലെ യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതുകൂടെ കാഷ്വലായിട്ട് പറയട്ടെ, ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് നമ്മുടെ ടീച്ചിങ് ഫാക്കൽറ്റിയിൽ GHK പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം തരണം, ഞാനത് ക്ലാസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു മെസ്സേജ് അയച്ചപ്പോൾ അതെങ്ങനെയോ തിരിഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു കോപ്പി അനിത ഡോക്ടർക്ക് വിട്ടു. അങ്ങനെയാണ് ഡോക്ടർ അനിത ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായത്. ഇതെല്ലാം ഗോഡ് ഗിവൺ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണ് അനിത എന്നോട് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാമെന്നൊക്കെ ചോദിച്ച് ഞാനങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ GHK ഈസ് ഗോയിങ് ടു ബി റെവല്യൂഷണറി, എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് ദി വേൾഡ്, ആൻഡ് ബൈ ദി സെയിം റീസൺ it is going to be the greatest humanitarian service one can offer. ഇത് പഠിപ്പിക്കുക എന്നുള്ളത്. അതോടുകൂടി നമ്മൾ തന്നെ ആരോഗ്യമായിട്ടിരിക്കും. നമ്മുടെ ഡിയർ ആൻഡ് നിയർ വൺസ്, നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമുക്ക് ആരോഗ്യമായിട്ട് നിലനിർത്താൻ പറ്റും. നമുക്ക് സമയവും എനർജിയും പാഷൻ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഇത് വ്യാപിപ്പിക്കലാണ് ഇപ്പം എൻ്റെ ജോലി. അതുകൊണ്ട് GHK പ്ലസ് ഹോമിയോപ്പതി, പലർക്കും ഹോമിയോപ്പതി അറിയത്തില്ല GHKയിലുള്ളവർക്ക്, പക്ഷെ ഞങ്ങളങ്ങനെ ഉള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് തീരുമാനം. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ഞാൻ 2013 മുതൽ വളരെ ഇൻറ്റൻസ് ആയിട്ട് GHK വായിക്കാൻ തുടങ്ങി. ഈ മേഖലയിൽ എവിടെയൊക്കെയാണ് ഹാമർ അന്ന് ജീവിച്ചിരിപ്പുണ്ട് 2017, അദ്ദേഹം 2017 മരിച്ചത്. പക്ഷേ ഞാൻ 2015 ഓസ്ട്രിയയിൽ, അനിത ഡോക്ടർ തെറ്റിച്ചാണ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ്, ഞാൻ ഓസ്ട്രിയയിലാണ് പോയത്. ഓസ്ട്രിയയിൽ 2 പ്രാവശ്യം പോയി, കാനഡയിൽ 1 പ്രാവശ്യം പോയി. എല്ലാ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് ഡോക്ടർ കാരോളിനാണ്. കാരോളിൻ ഈസ് ദി ഡയറക്റ്റ് ഡിസൈപ്പിൾ ഓഫ് ഡോക്ടർ ഹാമർ. അപ്പം അങ്ങനെ ഞാൻ കാരോളിനുമായിട്ടാണ് ബന്ധപ്പെട്ടത്. പുള്ളിക്കാരി ഞാൻ ഇന്ത്യയിലേക്ക് വിളിച്ചു, പക്ഷെ പുള്ളിക്കാരിക്ക് ഇന്ത്യയിൽ വരാനുള്ള ധൈര്യമൊന്നുമില്ല. കാരണം ഇന്ത്യയെക്കുറിച്ച് പുള്ളിക്കാരിക്ക് പല തെറ്റായിട്ടുള്ള ധാരണകളൊക്കെയാണുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി, അങ്ങനെ ക്ലാസ്സൊക്കെ നടത്തി. പുള്ളിയുടെ ടീമിലൊക്കെ ഞാൻ മെമ്പറായിരുന്നു. പിന്നെ ഈ ഹോമിയോപ്പതി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പുള്ളിക്കാരത്തി ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് ഞാൻ പുള്ളിക്കാരത്തിയായിട്ട് ബന്ധം പിരിഞ്ഞിട്ട് വേറെ സ്വന്തമായിട്ടുള്ള രീതിയിൽ പോയി. അപ്പോൾ പുള്ളിക്കാരത്തിയുടെയാണ് ബെസ്റ്റ്, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, ആരെങ്കിലും എന്നെ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇതിലിടാം. learninggmm.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ലേണിംഗ് സൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഡിംഗ് മെറ്റീരിയൽ. ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ യു ക്യാൻ ലേൺ ബൈ യുവർസെൽഫ്. www.learninggmm.com. അത് കാരോളിൻ്റെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ക്ലാസിക്കലായിട്ട്, സിസ്റ്റമാറ്റിക് എന്ന് പറയാൻ നല്ലത്. കാരണം പുള്ളിക്കാരി തന്നെ ഒരു PhD കാരിയാണ്, ജർമ്മൻ ലിറ്ററേച്ചറുകാരിയാണ്. അപ്പം ബെസ്റ്റ് സൈറ്റ് അവൈലബിൾ ഇൻ ദിസ് വേൾഡ് ഓൺ GHK ഈസ് learninggmm.com. അപ്പം ഞാൻ 2015 ഓസ്ട്രിയയിൽ പോയി, 2016 ഓസ്ട്രിയയിൽ പോയി, കാനഡയിൽ പോയി, 2019 വീണ്ടും ഓസ്ട്രേലിയയിലായിരുന്നു. അതോടുകൂടി പിന്നെ കോവിഡ് വന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ
അതുവരെയും GNM ഇന്ത്യ എന്നുള്ള പേരിലായിരുന്നു. ഞാൻ 2017 തന്നെ എൻ്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങി. ഞാൻ കണ്ണൂരിലും എറണാകുളത്തും ഒക്കെ വെച്ച് ക്ലാസ്സസ് നടത്തി. അന്ന് എനിക്ക് ഹോമിയോപ്പതി സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 100-ൽ പരം പേര് കണ്ണൂർ പങ്കെടുത്തു, 100-ൽ പരം പേര് എറണാകുളത്തും ഒക്കെ പങ്കെടുത്തു. പിന്നെ തീരം എന്ന് പറയുന്ന സംഘടന അതില്ലാതെ പിന്നീട് ഞാൻ തന്നെ എൻ്റെ GNM ഇന്ത്യ എന്നുള്ള പേരിൽ തുടങ്ങി. അത് വളരെ പല സ്ഥലത്തും, ഹൈദരാബാദ് 2 പ്രാവശ്യം, കൊച്ചിയിൽ 2 പ്രാവശ്യം, കണ്ണൂർ, ബോംബെ, ഡൽഹി, നാഗപ്പൂരിൽ വെച്ചിട്ടാണ് 2019 അവിടെ ക്ലാസ് നടത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കോവിഡ് ആശാൻ വന്നത്. അപ്പോൾ അതോടുകൂടി അത് തീർന്നു. പിന്നെ നമ്മൾ ഓൺലൈനായി. അതോടുകൂടി നമ്മൾ പേര് മാറ്റി ഗ്ലോബൽ എന്നുള്ള നിലയിൽ. അപ്പോൾ അന്നത്തേക്ക് ഓൺലൈനായി എല്ലാ ക്ലാസ്സസ് എല്ലാം. അങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യം ചോദിക്കാം. അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ഷെയർ ചെയ്യാം. മാക്സിമം ചുരുങ്ങിയ സമയത്തിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. 10 മണിക്കൂർ ആകുന്നു. ഓക്കെ. ഞാൻ 2017 GNM ഇന്ത്യ എന്ന് പറയുന്ന ഒരു 18 വാട്സപ്പ് ഗ്രൂപ്പിൽ 3000-ഓളം മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിരുന്നു. അതിൽ പലരും താല്പര്യം കാണിക്കാതെ ആക്റ്റീവ് ആകാത്ത, എനിക്കറിയാം, എൻ്റെ സുഹൃത്തുക്കളും എനിക്ക് പേര് പറഞ്ഞറിയാവുന്ന എൻ്റെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ എല്ലാവരും അതിൻ്റെ അകത്തുണ്ട്. എല്ലാവരും പക്ഷെ നിശബ്ദരാണ്. ഒരാൾ പോലും ഓപ്പണായിട്ട് CJ വർഗീസ് ഡോക്ടർ പറയുന്നതിൻ്റെ അകത്ത് എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയാനായിട്ട് ഒരു വ്യക്തി പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. ഓപ്പണായിട്ട് ചിലരൊക്കെ ഇങ്ങനെ രഹസ്യമായിട്ടൊക്കെ വന്നിട്ട് കൂടിയിട്ട് പോകും. പക്ഷേ ഈ പറയുന്ന GHKക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് കേരളത്തിലെ എൻ്റെ IHK സുഹൃത്തുക്കൾ വളരെ, അതൊക്കെ ഒന്ന് പറഞ്ഞാൽ വലിയ പൊളിറ്റിക്സ് ആവാതൊന്നും പറയാൻ പോകുന്നില്ല ഞാൻ. എന്തായാലും ഞങ്ങൾ 2017 മുതൽ, അത് ജാനുവരി 26 റിപ്പബ്ലിക് ഡേയിലാണ് GNM ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ജാനുവരിയിൽ അതിൻ്റെ 8ാം വാർഷികം ആഘോഷിച്ചു. പിന്നെ എല്ലാ വർഷവും നമ്മൾ നമ്മുടെ വേൾഡ് ഹോമിയോപ്പതി ഡേ ഒക്കെ ആഘോഷിക്കുന്നത് അതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഈ വേൾഡ് GNM എന്നുള്ള ഒരു പ്രസ്ഥാനം തന്നെ ഞാൻ തുടങ്ങി വെച്ചതും ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ ടീച്ചേഴ്സിനെയും ഇതിലേക്ക് വരുത്തിക്കൊണ്ട് ഇതൊരു വലിയ വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണമൊക്കെ ആക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. എന്തായാലും IHKയിൽ ഞാനിപ്പം 51 വർഷമായി ഹോമിയോപ്പതി കൈവച്ചിട്ട്, 47 വർഷമായി ചികിത്സ എന്ന് പറയുന്ന ഡോക്ടറായിട്ട്. അപ്പോൾ ഇത്രയും വർഷം അതിനുശേഷം IHKയിൽ വന്ന് 32 വർഷത്തെ ഇതെല്ലാം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, ഓർഗനൈസിങ്ങിൻ്റെ തലത്തിലൊക്കെ. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒത്തിരി പേര് ഇന്ന് സഹകരിക്കുന്നുണ്ട്. ലോകത്തിൽ ഒരു 45 രാജ്യങ്ങളിലുള്ളവർ ഞങ്ങളുടെ വെബ്സൈറ്റ്, ഞങ്ങളൊരു ഇവാലുവേഷൻ നടത്തിയപ്പോഴത്തേക്കും ഡിസംബർ മാസം 2024 ഡിസംബർ മാസത്തിൽ 45 കൺട്രീസിൽ നിന്നുള്ളവർ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള അഭിമാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ എല്ലാ വർഷവും ഞങ്ങൾ മെയ്യിൽ വേൾഡ് GHK ഡേ ആഘോഷിക്കുകയാണ്. ഇതിപ്പം 90th ബർത്ത്ഡേ ഓഫ് ഡോക്ടർ ഹാമറാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി മെയ് 17 പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ. അത് ഞങ്ങൾ മെയ് മാസം മുഴുവനും ആഘോഷിക്കുകയായിരുന്നു. ഞങ്ങളൊരു 16 വീഡിയോ അപ്ലോഡ് ചെയ്തു ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. അതിന് ഇപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്ലോബൽ GHK എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. യാതൊരു പൈസയും കൊടുക്കാതെ തന്നെ ഒരു 81 വീഡിയോസ് ഇന്ന് അവൈലബിൾ ആണ്. GHK കുറിച്ച് ഞാനും എൻ്റെ സഹപ്രവർത്തകരും എടുത്ത വീഡിയോസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് പെയ്ഡ് വെബിനാർസ് നടത്തുന്നുണ്ട്. വെറും ചെറിയ പൈസയാണ്, 2360 രൂപയും വേണ്ടിയാണ് GST ഉൾപ്പെടെ മെമ്പർഷിപ്പിന്. ആ മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് പെയ്ഡ് വെബിനാർസിൻ്റെ ലിങ്ക് വരും. നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാം. അതെല്ലാം പിന്നീട് ഒരു വർഷത്തേക്ക് മുഴുവനും അവൈലബിൾ ആണ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ. ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു, www.globalgnm.com. അത് ഗ്ലോബൽ GHK ആക്കാനായിട്ടുള്ള റെനോവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീക്ക്ലി പെയ്ഡ് വെബിനാർസ് അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെ ഇത് ജനങ്ങളെ എത്തിക്കുന്നു, ലോകത്തിന് മുഴുവൻ പ്രചരിക്കുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അത്ഭുതം ഉണ്ടാകും. കാരണം 7500 പേര് ഞങ്ങളുടെ ഈ വീഡിയോസ് കണ്ടു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ഏതാണ്ട് 300ഓളം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി. ഞങ്ങൾക്ക് ഓൾറെഡി ഒരു 3000ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വീഡിയോസ് കാണാനായിട്ടുള്ളവർ. ഞങ്ങളുടെ യൂട്യൂബിലുള്ളത് 3000ഓളം മെമ്പേഴ്സ് ഉണ്ട് ഫ്രം 35 കൺട്രീസ്. ഒരു 45 കൺട്രീസിലുള്ളവർ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ. പിന്നെ ഇപ്പോൾ അനിത ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ഈ കോവിഡിൻ്റെ സമയത്ത് അധികം മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് അന്നൊക്കെ 4 മണി ക്ലബ്ബ് എന്ന് പറയുന്നൊരു ക്ലബ്ബ്, 4 AM ക്ലബ്ബ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അന്ന് ഞാനതിൽ
മെമ്പർ ആയതുകൊണ്ട് എല്ലാ ദിവസവും 4 മണിക്ക് എണീറ്റിട്ട് ആക്ടിവിറ്റീസ് തുടങ്ങുമായിരുന്നു. അപ്പം അതിൻ്റെ ഗുണമായിട്ട് ഞാനൊരു 440 ഓഡിയോ ക്ലിപ്സ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഫ്രീ ആണ്. അത് 1 മുതൽ നിങ്ങൾ ഈ 440 എണ്ണം കേട്ടുകയും ഒരു 6, 7, 8 മിനിറ്റുള്ള ദൈർഘ്യമുള്ള ഓഡിയോ ക്ലിപ്സാണ്. അത്രയും കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കോഴ്സ് കിട്ടും. ഞങ്ങളത് വീഡിയോ ആയിട്ട് മാറ്റാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുള്ളത്. അപ്പം വളരെ പ്രധാനപ്പെട്ട, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾ അധികം താമസിയാതെ 1-2 മാസത്തിനുള്ളിൽ തന്നെ GHK ഫോർ ഹോമിയോപ്പത്സ് എന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. GHK ഫോർ ഹോമിയോപ്പത്സ്. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുന്നത് ഹോമിയോപ്പത്സിനാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് മാത്രമാണ് ഈ ഡൈനാമിസത്തെക്കുറിച്ച് ഇത്രയും നമുക്ക് ഓൾറെഡി കിട്ടിപ്പോയ അറിവുകൾ. അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രം ഹോമിയോപ്പതി ഒരിക്കലും ഒരു മെറ്റീരിയൽ സയൻസ് അല്ലെന്നാണ് ഞാൻ ആദ്യം ഈ 80-20% ഒക്കെ കഥ പറഞ്ഞത്. നമ്മൾ പഠിച്ചു പോയതിൽ കൂടുതൽ 80% ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് അവസാനം വരുമ്പോഴത്തേക്ക് അവർ ട്രാജഡി ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഹോമിയോപ്പതിയുടെ അന്തസത്തയിലേക്ക് പോകാനായിട്ട് അവർക്ക് സാധ്യമല്ല. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹോമിയോപ്പതി പഠിപ്പിച്ചിട്ടുള്ളവർ പ്രെഡിക്റ്റീവ് ഹോമിയോപ്പതി തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാം ഗുരുനാഥനായിട്ട് ഡോക്ടർ പ്രഫുൽ വിജയ്ക്കറിനെ ഞങ്ങൾ കാണും. നമ്മളെ ഹോമിയോപ്പതിയുടെ അത്യുന്നതമായ മേഖലകളിലേക്ക് കൊണ്ടുപോയത് ഡോക്ടർ പ്രഫുൽ വിജയ്ക്കറാണ്. അദ്ദേഹം തന്നെയാണ് ഈ പറയുന്ന GHK ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് ക്ലാസ്സസ് തന്നെ നടന്നു. 2-3 സെമിനാറുകൾ തന്നെ ഞാൻ ഈ സൈലന്റ് ആയിട്ടിരുന്ന സമയത്ത് 2008 മുതൽ 2013 വരെയുള്ള സമയത്ത് അദ്ദേഹം ക്ലാസ് എടുത്തിരുന്നു. പിന്നീട് അതിലൊരു ട്രാജഡി വന്നത്, അനിത ഡോക്ടർ അത് മനസ്സിലാക്കിയ കൊള്ളാം, അല്ലെങ്കിൽ എന്നെ ശ്രമിക്കുന്ന മറ്റ് പ്രഡിക്റ്റീവുകാർ ശ്രമിച്ചാൽ കൊള്ളാം, ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവർക്കും കോൺഫ്ലിക്റ്റ് അറിയണം, UTIയുടെ കോൺഫ്ലിക്റ്റ് അറിയണം, അല്ലെങ്കിൽ ഇടത് കൈയുടെ അല്ലെങ്കിൽ റൈറ്റ് റിസ്റ്റിൽ വേദന ഉണ്ടാകുന്നതിന് എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് ചോദിക്കും. അതിൻ്റെ 5 ബയോളജിക്കൽ ലോസ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാതെ നമ്മൾ ഇതിന് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. അതിൻ്റെ എല്ലാ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസും നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് GHK അറിയാം, അല്ലെങ്കിൽ GHKയെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇന്ന രോഗത്തിന്റെ കോൺഫ്ലിക്റ്റ് എന്താണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. അതിൻ്റെ 5 ബയോളജിക്കൽ ലോസ് മുഴുവനും തന്നെ നമുക്ക് പഠിക്കും. എന്താണ് 5 ബയോളജിക്കൽ ലോസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. നമ്മൾ ഹോമിയോപ്പതിയിൽ ഇപ്പോൾ 7 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് പറയുന്ന പോലെ, നമ്മൾ വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ സിമിലിയ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ 5 ബയോളജിക്കൽ ലോസ് ആണ് GHKയുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ എത്തിക്കുക. അപ്പം നമുക്ക് രോഗത്തെക്കുറിച്ചുള്ള ഭയം മാറും എന്നുള്ളതാണ് GHKയുടെ ലേണിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. രോഗത്തെക്കുറിച്ച് ഒട്ടുമേ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ അതിജീവനത്തിന് വേണ്ടിയിട്ട്, നമ്മളെ ഭംഗിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, ഈ സൃഷ്ടിയുടെ ഭാഗമായിട്ട് അതിനെ ബയോളജി എന്ന് പറയാം. അതുകൊണ്ട് ബയോളജിക്കൽ പ്രോസസ്സാണ് നമ്മുടെ എല്ലാ രോഗങ്ങളും. അത് ക്യാൻസർ ആണെന്ന് വിളിക്കുന്ന ആ ഒരു ട്യൂമർ ആയിക്കോട്ടെ, അൾസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂമർ ലൈക്ക് ഫോർമേഷൻ, എല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രോഗ്രാംസ് ആണെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജോലി നന്നായിട്ട് ശരിയാകുന്നത്? അപ്പം നമ്മളെ ഭയപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വി ആർ ഓൾ ഫ്രൈറ്റൻഡ്. മലയാളത്തിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാനുള്ളത് ഇങ്ങനെ തന്നെയാണ്, രഹസ്യമായിട്ടൊക്കെ പറയുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാലും നമ്മൾ വഞ്ചിതരാണ്, നമ്മൾ വഞ്ചിക്കപ്പെട്ടവരാണ്. അതാരെയും കുറ്റം പറയുകയല്ല. ഞാൻ ആ ചരിത്രം മുഴുവൻ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. 1974 ഒരു 35 വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് 1974 നമുക്ക് സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി സെൻട്രൽ കൗൺസിൽ ആക്ട് രൂപം കൊണ്ടത്. അപ്പം അന്ന് ഇതിനോട് താല്പര്യമുള്ള കുറേ പേരുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് അലോപ്പതി ഡോക്ടേഴ്സ്. പക്ഷെ അവർക്കൊക്കെ ഹോമിയോപ്പതി എന്തോ ഗ്രേറ്റ് ആണെന്ന് അറിയാമായിരുന്നു. പക്ഷെ ഹോമിയോപ്പതി ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം അന്ന് ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഇതിന് മുൻകൈ എടുത്ത എല്ലാവരോടും കൂടിയുള്ള ബഹുമാനത്തോടു കൂടി ഞാൻ പറയുവാണ്, അവർ നേരെ പോയി അലോപ്പതിക്കാരെ എന്തൊക്കെ പഠിപ്പിച്ചാൽ അത് അതേപടി ഹോമിയോപ്പതിയിലേക്ക് എടുത്തു വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന 20% വേണ്ടി റെപ്പർട്ടറിയും മെറ്റീരിയൽ ഈ ഫിലോസഫിയും കൂടെ ചേർത്തിട്ടാണ് ഈ 20% നമ്മൾ പഠിക്കും. അപ്പോൾ ഈ 20% എങ്ങനെയാണ് ഈ 80% പഠിച്ച പ്യുവർലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിസീസിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്
അലോപ്പതിക്കാരുടെ എറ്റിയോളജി, അതിൻ്റെ ഇൻസിഡൻസ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഗ്നോസിസ്, അതിൻ്റെ ഡയഗ്നോസിസ്, അല്ലെങ്കിൽ അതിൻ്റെ പത്തോഫിസിയോളജി, ഇതെല്ലാം അതേപടി പഠിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഹോമിയോപ്പതി തിരികെ കയറ്റാനായിട്ട്, അല്ലെങ്കിൽ പുട്ടിൻ്റെ മേലെ പീരി ഇടാനായിട്ട് വിഷമിക്കുന്ന ഒരു തലമുറയെ നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നു. അതിനൊരൊറ്റ കാരണം ഇതാണ് എന്നാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ആദ്യമേ തന്നെ, അതായത് കുഞ്ഞു ക്ലാസ്സിലെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തുടങ്ങണം, GNM പഠിപ്പിച്ചു തുടങ്ങണം. അതായത് 5 വയസ്സ് 6 വയസ്സ് ആകുന്ന പ്രായത്തിൽ തന്നെ വീട്ടിലെ കുഞ്ഞു പിള്ളേരെ തന്നെ അത് പഠിപ്പിച്ചു തുടങ്ങണം. സ്കൂളിലെ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമായിട്ട് വരണം. എന്നിട്ട് മെഡിക്കൽ സയൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രം ദി വെരി സ്റ്റാർട്ട് ക്ലിനിക്കൽ സബ്ജക്ട്, നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള അനാറ്റമിയും ബയോകെമിസ്ട്രിയും എന്നൊക്കെ പറയുന്നത് പോലും നമുക്ക് ഈ രീതിയിലുള്ള ഫ്രെയിം വർക്കിൽ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ദർ വിൽ ബി എ ലോട്ട് ഓഫ് ചേഞ്ച്. അങ്ങനെ ഒരു ട്രാജഡി നമുക്ക് വരത്തില്ല. ഇപ്പോഴും സംഭവിച്ചുകൊണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്നത് ഒന്നുകൂടെ അടിവരയിട്ട് പറയുകയാണ്. വാക്കുകൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. വി വെർ മിസ്ഗൈഡഡ് എന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ തെറ്റായ വഴിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അത് തന്നെയാണ് ഈ പാവപ്പെട്ട ജനങ്ങളെയും മിസ്ഗൈഡ് ചെയ്യുന്നത് എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പനി താത്താനായിട്ട് ബെൽഡോണ, പ്രയോണി, അക്രോണേറ്റ് ഇത് കൊടുക്കാം, റെസ്ലോസ് കൊടുക്കാം എന്ന് പറയുമ്പോൾ പനി താഴ്ത്തേണ്ടെന്നേ. പനി എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, ചുമ എന്തുകൊണ്ടാണെന്ന് ഒരാൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ചുമ ഈസ് ഓക്കെ, പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് ഫിയർ ആണ്, ടെറിട്ടോറിയൽ ഫിയർ ആണ് ഒരു മെയിലിനെ സംബന്ധിച്ചിടത്തോളം. ഇത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ പഠിച്ച ഏതെങ്കിലും ശാസ്ത്രത്തിൽ മെയിലിന്റെ കോസ് വേറെയാണ്, ഫീമെയിലിന്റെ കോസ് വേറെയാണ്. അല്ലെ, ഹോർമോൺ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക്, നോർമൽ ഹോർമോൺ സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക് ഒരു കാരണമാണ്, ഹോർമോൺ ഡൗൺ ആകുമ്പോഴത്തേക്കും വേറൊരു കോഴ്സ്. ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് GHKയുടെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്കും അത് ഹോമിയോപ്പതിയുടെ ഇൻട്രൊഡക്ഷൻ പറയുന്ന പോലെ. നമ്മളോട് ഒരാൾ എന്നോട് മിക്ക ദിവസവും ആരെങ്കിലും ഒക്കെ വിളിച്ച് ചോദിക്കുന്നതാണ്, ഡോക്ടറെ എനിക്ക് GHKയെ കുറിച്ചൊന്നും അറിയത്തില്ല, ഒന്ന് പറഞ്ഞു തരാമോ? അപ്പം ഞാൻ ചോദിക്കുന്നതാണ്, എനിക്ക് മ്യൂസിക്കിനെ കുറിച്ചൊന്നും അറിയത്തില്ല, എന്നെ ഒന്ന് പഠിപ്പിക്കാമോ, അല്ലെങ്കിൽ മിടുക്കനാക്കാമോ, നല്ലൊരു സംഗീതജ്ഞനാക്കാമോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഹോമിയോപ്പതിയെ കുറിച്ചൊന്നും അറിയത്തില്ല, ഞാനിങ്ങനെ കേട്ടു ഹോമിയോപ്പതി വളരെ നല്ലൊരു ശാസ്ത്രമാണെന്ന് അറിയാം, അതൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ കൂടെ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരണമെന്ന് ഉദ്ദേശിക്കുന്ന പോലെയാണ് നമ്മൾ GHKയെ കുറിച്ച് പറയുന്നത്. അതൊരു ഒരു ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു നോളജാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, ഇറ്റ്സ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം തല കീഴായിട്ട് നിർത്തുന്ന ഒരു അറിവാണിത്. വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള, വിപ്ലവകരമായിട്ട്. കാരണം ഇത് ലോകം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ വിപ്ലവമായിരിക്കും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. നമുക്ക് രോഗത്തെക്കുറിച്ച്, ഇവിടെയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുന്നത്. രോഗത്തെക്കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്, ഇത് നമ്മുടെ ശത്രുവാണ്, ശത്രുപക്ഷത്ത് നിൽക്കുന്ന എന്തോ ആണ്. രോഗം നമ്മളെ പിടിക്കുന്നു, മഴക്കാല രോഗങ്ങൾ വരുന്നു, കൊതുക് കുത്തുന്നു, നിങ്ങൾ സെഡൻറ്ററി ഹാബിറ്റ്സ് വരുമ്പോൾ രോഗം വരുന്നു. ഒന്നുമില്ല. ഈ പ്രകൃതി നമ്മുടെ ബന്ധുവാണ്. ഈ പ്രകൃതിയിലാണ് നമ്മളോട് ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കാൻ പറയുന്ന പോലെ ആകാശത്തിലെ പറവകളെ നോക്കുക. കോടിക്കണക്കിനുള്ള പക്ഷികളുണ്ട്. ഭൂമിയിൽ മനുഷ്യൻ മാത്രമല്ലല്ലോ, മറ്റു മൃഗങ്ങളുണ്ട്. കോടാനുകോടി മൃഗങ്ങളുണ്ട്. വെള്ളത്തിലേക്ക് നോക്കുക, അതുപോലെ തന്നെ കോടാനുകോടി മത്സ്യങ്ങളുണ്ട്. ഇവരെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടും ഇണചേരാൻ വേണ്ടിയിട്ടും വംശവർധന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വർഗമാണ് നമ്മൾ. ഇതിൻ്റെ മേലെ ഈ കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഭയമുണ്ടാക്കി, രോഗത്തെക്കുറിച്ചുള്ള ഭയമുണ്ടാക്കി. അയ്യോ, പനിക്കാൻ പാടില്ല, കാരണം പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫിറ്റ്സ് വരും, അല്ലെ പനി കൂടിക്കഴിഞ്ഞാൽ അത് കോമയിലേക്ക് പോകും. ഒന്നുമില്ല. ഞാൻ എത്രയോ വർഷമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ആഴ്സനിക്കം നമ്മുടെ ഒരു നല്ല മെഡിസിനായിട്ട് വരുന്നത്? അത് എപ്പിഡമിക് ആയാലും വേണ്ടില്ല, പാൻഡമിക് ആയാലും വേണ്ടില്ല, സിംഗിൾ ഫീവർ ആയാലും വേണ്ടില്ല. കാരണം ഒരു കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. 99.6 ആയിരുന്നു ഉണ്ടായിരുന്നത്, 99.8 ആയി. അയ്യോ, ടെമ്പറേച്ചറാണ്, ഫിയറാണ്. ഡോക്ടർ ഹാമർ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഡോക്ടർ പ്രഫുൽ വിജേക്കർ എന്നോടും നമ്മളോട് എല്ലാവരോടും പറഞ്ഞു. അതായത് അമ്മയുടെ കോൺഫ്ലിക്റ്റുകളാണ് 18 വയസ്സ് വരെ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ്.
because conflicts can be shared. വയറ്റിൽ കിടക്കുമ്പോൾ അത് തന്നെയാണ്, അമ്മയുടെ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് കൺജനൈറ്റൽ ഡിസീസസ് എല്ലാം അങ്ങനെ ഉണ്ടാകുന്നത്. എല്ലാ കൺജനൈറ്റൽ ഡിസീസസും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. അത് മംഗോളിസം ആയിക്കോട്ടെ, ASD ആയിക്കോട്ടെ, ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ ആയിക്കോട്ടെ, ഏത് രോഗവും അല്ലെങ്കിൽ ഒരു കൺജനൈറ്റൽ അനോമലി ഓഫ് എനി പാർട്ട് ഓഫ് ദി ബോഡി, ഒരു അവയവം ഇല്ലാതെ ജനിക്കുക, ലേണിംഗ് ഡിസബിലിറ്റി ആവുക, ഒരു മസ്കുലർ ഡിസ്ട്രോഫി ഉണ്ടാവുക, എല്ലാ കൺജനൈറ്റൽ സോ കോൾഡ് കൺജനൈറ്റൽ ഡിസീസും ഫ്രം ദി ബിഗിനിങ് ഇൻ ദി വൂംബ്, through the delivery process, labor process, and finally during the initial period of the childhood. ഈ സമയത്തുണ്ടാകുന്ന സംഘർഷങ്ങളിലെ കോൺഫ്ലിക്റ്റുകളാണ് രോഗമുണ്ടാക്കുന്നതെന്ന് ഡോക്ടർ ഹാമർ പറഞ്ഞു. അതാണ് ഡോക്ടർ പ്രഫുൽ വിജേക്കർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ റൂമിലിരുന്ന്, വില്ലി പാർലറിലെ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടിംഗ് റൂമിലിരുന്ന് അദ്ദേഹം എന്നോട് വളരെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ഗുരുവായിട്ടും സുഹൃത്തായിട്ടും ഫിലോസഫറായിട്ടും ഫ്രണ്ടായിട്ടും ഒക്കെ കണക്കാക്കുമ്പോൾ അദ്ദേഹം പേഴ്സണലായിട്ട് എൻ്റെ ഫാമിലിയുടെ ട്രീറ്റ്മെൻറ്റും അദ്ദേഹമായിരുന്നു. അങ്ങനെ ചെന്നിരുന്നപ്പോൾ പറഞ്ഞതാണ്, എനിക്കൊരു ഷോക്കിംഗ് ആയിരുന്നു. വർഗീസ്, ഓൾ ദീസ് so-called congenital anomalies are due to the conflicts that happened in mothers when they were carrying these children. പിന്നെ ഒരു വലിയ ലോകമാണ് തുറന്നു കിട്ടിയത്. അങ്ങനെ എല്ലാ രോഗങ്ങളുടെയും കാരണം അതാണ്. ഫസ്റ്റ് ഞാൻ 5 ബയോളജിക്കൽ ലോസിലേക്ക് പോവുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാം, എന്നിട്ടൊരു കുറച്ച് ഡിസ്കഷൻ നമുക്ക് നടത്താം. ഫസ്റ്റ് ബയോളജിക്കൽ ലോ പറയുകയാണ്, അതായത് എല്ലാ രോഗങ്ങളും, take it from me, 100% of the diseases, you name it by any name, they are all due to one or other conflicts happening in the mind. Mind എന്ന് പറയുന്നത് സബ്കോൺഷ്യസ് മൈൻഡാണ്. യുനോ, കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അല്ലെങ്കിൽ മങ്കി മൈൻഡ് എന്ന് പറയുന്ന കോൺഷ്യസ് മൈൻഡ്, പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ്. അവിടെ നിന്നാണ് രോഗങ്ങൾ തുടങ്ങുന്നത്, അവിടെ തന്നെയാണ് രോഗങ്ങൾ അവസാനിക്കേണ്ടത്. അവിടെയാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞത്. ഡോക്ടർ ഹാമർ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ റിസൊല്യൂഷൻ ഓഫ് എ കോൺഫ്ലിക്റ്റ് ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ ദി സൈക്കിക് ലെവൽ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ലെവൽ, ബട്ട് there usually they do not end it, that ends in the spiritual level. ഡോക്ടർ ഹാമർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, റെസൊല്യൂഷൻ ഓഫ് എ കോൺഫ്ലിക്റ്റ് takes place in 2 levels. One is psychic level and the other is spiritual level. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങിയത്, ഒരു പ്രാർത്ഥനയോടുകൂടി. നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ കുറേ പേരെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് രോഗത്തെക്കുറിച്ച് പേടി ഉണ്ടാക്കിയിട്ട്, ഞാൻ ചില ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഹൈദരാബാദിൽ ഒരു ക്ലാസ് എടുക്കാൻ നേരത്തെ എൻ്റെ ഓർഗനൈസേഴ്സ് വന്നു പറഞ്ഞു, ഡോക്ടറെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയരുതെന്ന് പറഞ്ഞു. അപ്പം നമ്മളെല്ലാം ഈ ബിസിനസ്സിൻ്റെ അകത്ത് പെട്ടിരിക്കുകയാണ്. നമ്മൾ രോഗത്തെ പേടിപ്പിച്ചാൽ, രോഗത്തിൻ്റെ പേരിൽ പേടിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ബെല്ലും ബ്രയോണിയയും റെസ്റ്റോക്സും ചിലവാകത്തുള്ളൂ എന്നുള്ള തെറ്റായിട്ടുള്ളതാണ്. വേണ്ട, നിങ്ങൾ ഒരാൾ ചുമയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു, 7 വയസ്സുള്ള കുട്ടിയാണ്. 3 ദിവസമായിട്ടുള്ള ചുമ തുടങ്ങി. എനിക്ക് മാത്രം അറിയാം, എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല. സ്കൂൾ ടീച്ചറാണ്, അല്ല ഗവൺമെൻറ് ഗസറ്റഡ് ഓഫീസറാണ്, ഫാദർ സ്കൂൾ ടീച്ചറാണ്. ഫാദറോടും മദറിനോട് പറഞ്ഞിട്ടില്ല. എൻ്റെ സ്വഭാവം ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ളതുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു. ഈ 7 വയസ്സുള്ള കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോൾ എന്താ ഒരു 3 ദിവസത്തിനപ്പുറം പേടിച്ചത്? അപ്പോൾ അവൾ പറയാണ്, അങ്കിളെ, ഞാൻ അന്നത്തെ രാത്രിയിൽ അന്നത്തെ ഈവനിങ് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ആ റോഡ് വളരെ ഫെമിലിയർ ആണ്, അവൾ സ്ഥിരം നടക്കുന്ന റോഡാണ്, അവിടെ ആരെയും പേടിക്കാനുള്ളൊന്നുമില്ല. ബട്ട് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡേ ഷീ ഫൗണ്ട് എ മാൻ, സ്ട്രേഞ്ചർ ഓൺ ദി റോഡ് റൈഡിങ് എ ബൈക്ക് വിത്ത് എ ബ്ലാക്ക് ഹെൽമെറ്റ് ആൻഡ് ഓൾ. അയാൾ എന്നെ തിരിഞ്ഞ് നോക്കി, ഡോക്ടറെ എന്ന് പറഞ്ഞു. പേടിച്ചു. സോ ഫിയർ ഡിസ്ഗസ്റ്റ് ആണ് ഒരു ഫീമെയിൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കോസ്. ടെറിട്ടോറിയൽ ഫിയർ ആണ് ഒരു ബോയ് അല്ലെങ്കിൽ മെയിൽ പേഴ്സണെ സംബന്ധിച്ചുള്ള കോസ് ഓഫ് ബ്രോങ്കൈറ്റിസ് എന്ന് നമ്മളാരും പഠിച്ചിട്ടില്ല. നമ്മളെന്താ പറയുക, നമ്മൾ ഏതെങ്കിലും CME അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ പറയുമോ, അത് ഇൻഫെക്ഷൻ ക്യാൻ ബി, കോൾഡ് എയർ ക്യാൻ ബി ദ റീസൺ. ഇൻഫെക്ഷൻ പ്രധാനപ്പെട്ട സംഗതി ഒന്നുമില്ല. ഓൾ മൈക്രോബ്സ് ആർ കമ്മിങ് ടു കറക്റ്റ് ഇറ്റ്, ഓർ അതിൻ്റെ സ്കാവെഞ്ചേഴ്സ് ആയിട്ട്, അതിൻ്റെ ഡെബ്രിസ് ഓഫ് ദി ഹീലിംഗ് പ്രോസസ് അത് ടേക്ക് അവേ ചെയ്യാൻ വേണ്ടിയിട്ട്, റിപ്പയർ ചെയ്യാനായിട്ട്, ടു റിസ്റ്റോർ ദി ഓർഗൻ പാർട്ട്
ടു ദി പ്രീവിയസ് സ്റ്റേജ്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മൈക്രോബ്സ്. 1/10 ഓഫ് അവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈക്രോബ്സ് എന്ന് പിന്നീട് നമ്മൾ പഠിച്ചു. അത്രമാത്രം നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടാണ് ഓർഗാനിസംസ്. ദേ ആർ ഓൾ ഡോർമെന്റ്, ബട്ട് അവരുടെ ത്രെഷോൾഡ് കഴിഞ്ഞ് ഒരു പ്രത്യേക സമയത്ത് അവർക്കൊരു ഓർഡർ കിട്ടും. യു മൾട്ടിപ്ലൈ ഇറ്റ് ബിക്കോസ് യു ഹാവ് ഗോട്ട് എ ഹൗസ് കീപ്പിംഗ് ജോബ് ടു ഡു. അന്നേരത്തേക്ക് അവർ മൾട്ടിപ്ലൈ ചെയ്യും, അവരുടെ ജോലി കഴിയും, പിന്നെ വിട്ടുവെച്ചു. നമ്മൾ ബെല്ല് കൊടുത്താലും പ്രയോണി കൊടുത്താലും ഹെപ്പാസഫ് കൊടുത്താലും നമ്മുടെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എന്ന് പറയേണ്ടതായിട്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു ചുമ നീണ്ടുപോകുന്നത്? ബിക്കോസ് യു ആർ ഇൻഫ്യൂസിങ് ഇൻ ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഫിയർ വരുമ്പോൾ അടുത്ത കോൺഫ്ലിക്റ്റ് ആണ്. അവസാനം നമുക്ക് ചില മെഡിസിൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഞാൻ ഡോക്ടർ വർഗീസ് ടോട്ടലി കോൺസ്റ്റിറ്റ്യൂഷനെയും ഇതുവരെയും പഠിപ്പിച്ചിട്ട് മ്യാസത്തെ നെഗ്ലക്ട് ചെയ്യുവാണ്, നെഗേറ്റ് ചെയ്യുവാണ്. അല്ല. ഇതുള്ളത് കൊണ്ടാണ് എനിക്കൊരു നല്ല ഹോമിയോപ്പതി ഡോക്ടർ ആകാനായിട്ട് സാധിക്കുന്നത്. ഈ മ്യാസം പഠിച്ചതുകൊണ്ടും പഠിപ്പിച്ചതുകൊണ്ടും എനിക്ക് സന്തോഷം തോന്നി. ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ, വർഗീസ് ഡോക്ടർ എന്ന് പറഞ്ഞ ക്ലാസ്, ഞാൻ കേരളത്തിലെ ഒരു മിക്ക ജില്ലകളിലും പോയി ക്ലാസ് എടുത്തിട്ടുള്ളതാണ് മ്യാസത്തെ കുറിച്ച്. അന്ന് ആരും മ്യാസം അവസാനം എനിക്ക് കില്ലപ്പേരൊക്കെ കിട്ടി, മ്യാസം വർഗീസ് എന്നൊക്കെ എന്നെ പേര് വിളിച്ചു. അവസാനം ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ഒരു സെമിനാർ നിങ്ങൾ മ്യാസത്തെ കുറിച്ച് മാത്രം എടുക്കാവോ? എന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. അതുപോലെ ഇപ്പോഴും ഞാൻ അപേക്ഷിക്കുകയാണ്, ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ബോഡി, എന്താണ് GSK എന്ന് പറയുന്നത് പഠിക്കാനായിട്ട് ISKയുടെ പേരിലൊരു ബോഡി ഉണ്ടാകും. ഞങ്ങളിപ്പം മറാത്തോറ യൂണിവേഴ്സിറ്റിയിലേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഷോർട്ട് ടൈം സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്കെ നടത്താണ്ട്. ഇതൊക്കെ നടക്കും. ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഫോം ചെയ്യും. നമ്മുടെ കൂടെയുള്ള ഒരു യുവതലമുറ നാളെ കഴിഞ്ഞ് 12-ാം തീയതി കോയമ്പത്തൂരിൽ, ഡൽഹിയിലുള്ള ഒരു ആക്ടിവിസ്റ്റ് ആണ് എന്ന് വേണേൽ പറയാം. GSK പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ വരുവാണ്. ഒരു 3-4 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് ബോധവൽക്കരണ പരിപാടികളൊക്കെ. അങ്ങനെ വളരെ വളരെ ഒരു വൈൽഡ് ഫയർ പോലെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ചുരുക്കമായിട്ട് 5 ബയോളജിക്കൽ ലോസിനെ കുറിച്ച് പറയാം. ഒന്നാമത്തെ ഇതാണ്, വളരെ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം പോയി വായിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അതായത് സൈക്കിക്, അതിനേക്കാളും നല്ല ബയോളജിക്കൽ കോൺഫ്ലിക്ട്സ് കൊണ്ട് മാത്രമേ ഒരു രോഗം കിക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, അല്ലെ ട്രിഗർ ചെയ്യത്തുള്ളൂ. അതിലൂടെ മാത്രമേ അത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതിന് 3 എക്സെപ്ഷൻസ് ഉണ്ട്. വൺ ഈസ് ട്രോമ. ഒരു ഇഞ്ചുറി നടക്കുന്നതിന് ഒരു സൈക്കിക് കോൺഫ്ലിക്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ രഹസ്യമായിട്ട് ഡോക്ടർ പ്രഫുൽ വിജേക്കർ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒരു ബോഡി പാർട്സ് ഇഞ്ചേർഡ് ആണെങ്കിൽ, നടുവ് ഒടിഞ്ഞു അല്ലെങ്കിൽ ഇടത് ഫീമർ ഒടിഞ്ഞു, ലെഫ്റ്റ്, അതിന് കൃത്യമായിട്ടുള്ള ബയോളജിക്കൽ റീസൺ ഉണ്ട്. നിങ്ങൾ അമ്മയായിട്ട് പിണങ്ങിയിട്ടാണ് പോയെങ്കിൽ നിങ്ങളുടെ ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടത് വശത്തെ എല്ല് പൊട്ടും. കാരണം ലെഫ്റ്റ് സൈഡ് ഈസ് മദർ ആൻഡ് ചൈൽഡ് സൈഡ്, റൈറ്റ് സൈഡ് ഈസ് പാർട്ട്ണർ സൈഡ് എന്ന് GHK ആണ് അദ്ദേഹത്തെ എന്നെയും പഠിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പക്ഷെ ഞാൻ രോഗികളോടൊന്നും പറയാറില്ല, വളരെ ക്ലോസ് ആയിട്ടുള്ളവരോട് പറയും, നിങ്ങളുടെ നടുവിന് ഒടിഞ്ഞു അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ്? ഞാൻ തന്നെ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ GHK ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടില്ല. എൻ്റെ മോള് ഹോമിയോ ഡോക്ടറാണ്, വൈഫ് ഹോമിയോ ഡോക്ടറാണ്, അവരുടെ അടുത്തുനിന്ന് പോലും സപ്പോർട്ടില്ല. അതുകൊണ്ട് ദിവസം ഞാൻ മലന്നടിച്ച് വീണു, എൻ്റെ ലംബാർ റീജിയനിൽ ഫ്രാക്ചർ ഉണ്ടായി. അപ്പോൾ ഫ്രാക്ചറൊക്കെ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ എൻ്റെ GNM എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് എനിക്ക് തന്നെ ഒരു ദിവസം ഞാൻ എൻ്റെ ബെൽറ്റും ബാൻഡേജും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അന്ന് പുറത്ത് കിടന്നു. ബിക്കോസ് ലംബാർ ഈസ് ഫോർ സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ്, ദി കോർ ഓഫ് ദി ഇൻഡിവിജ്വൽ, പ്ലസ് ആ പ്രത്യേക സ്ഥലത്തിന് ലാക്ക് ഓഫ് സപ്പോർട്ടാണ്. ഐ വാണ്ട് സപ്പോർട്ട് വിച്ച് ഐ ആം നോട്ട് ഗെറ്റിംഗ്. അങ്ങനെ ഞാൻ തന്നെ അതിനെ മറികടന്നു. ഇപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, ഹെവി എടുക്കാം. ഞാനൊരു പ്രായം കുറഞ്ഞ ആളല്ല, 72 years ആയിട്ടുള്ള ആളാണ്. ഐ ഡോണ്ട് ഹാവ് എനി ഡിസീസ് എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. പക്ഷെ എൻ്റെ ഇന്നലെ ഒരു സുഹൃത്തിനെ വിളിച്ചു, റീസൺ ഞാൻ സ്ട്രോക്ക് അടിച്ച് കിടക്കുക. വേറൊരാൾ പറഞ്ഞു, അങ്ങനെ ഞാൻ പറയുന്നില്ല, അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടമാണ്. ഡയബറ്റീസ് മരുന്ന് കഴിക്കുന്ന ഹോമിയോ, എന്ത് ഡയബറ്റീസ് മരുന്ന് കഴിക്കും? ഡയബറ്റീസ് എന്താണെന്ന് അറിയത്തില്ല. ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ് ഫോർ എ മെയിൽ. ഫീമെയിൽ ആണെങ്കിൽ സ്കെയർ ഡിസ്ഗസ്റ്റ് കോൺഫ്ലിക്റ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാൾക്ക് ബ്ലഡ് ഷുഗർ കൂടുന്നു? അറിയത്തില്ല. പക്ഷെ നമ്മളെല്ലാവരും ഡയബറ്റീസ് പഠിപ്പിക്കും. ഇപ്പൊ നമ്പർ 2, 5 ബയോളജിക്കൽ നമ്പർ 2 പറയുകയാണെങ്കിൽ, എവറി ഡിസീസ് ഹാസ് ഗോട്ട്, അല്ലെങ്കിൽ ദി ഹോൾ പ്രോഗ്രാം, നമ്മൾ പ്രോഗ്രാം എന്നാണ് പറയുന്നത്, അതിന് സിഗ്നിഫിക്കൻറ്റ് ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറയുന്നത് SBS. ഇറ്റ് ഹാസ് ഗോട്ട് 2 ആസ്പെക്ട്സ്. വൺ ഈസ് ഫ്രം ദി DHS ഞങ്ങൾ വിളിക്കും, ജർമ്മൻ ന്യൂ മെഡിസിനിൽ അല്ലെങ്കിൽ GSKയിൽ. DHS ഈസ് ദ ടൈം വെൻ ദ പർട്ടിക്കുലർ സൈക്കിക് കോൺഫ്ലിക്റ്റ് triggered.
കിക്ക് സ്റ്റാർട്ടഡ് ദി ഹോൾ പ്രോഗ്രാം. അതിനാണ് പറയുന്നത് DHS. അതിനുശേഷം അത് റിസോൾവ് ചെയ്യുന്ന വരെയുള്ള സമയമാണ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി. സോ മജോറിറ്റി ഓർ there are many very many symptoms which are happening during the conflict active phase, and once it is healed, repaired or resolved, there are subsequent symptoms which we call healing symptoms, repairing symptoms. അപ്പൊ ഇങ്ങനെ മാത്രമാണ് എല്ലാത്തിൻ്റെയും കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ കുറച്ച് സിംറ്റംസ് ഉണ്ടാവും, ഹീലിംഗ് ഫേസിൽ കുറച്ച് സിംറ്റംസ്. ഹീലിംഗ് ഫേസിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫിനോമിന ഉണ്ട്, ദാറ്റ് ഈസ് എപ്പിലെപ്റ്റോഡ് ക്രൈസിസ്. ഒരു ചുമയുണ്ടാകുന്ന ഹീലിംഗിലാണ് എപ്പിലെപ്റ്റോഡ് ക്രൈസിസ്. എപ്പിലെപ്സി എന്തുകൊണ്ടുണ്ടാകുന്നത് ഞാൻ പറയുമ്പോൾ വീണ്ടും വീണ്ടും ഇത് പറയുമ്പോഴത്തേക്ക് ആരും എന്നോട് ദേഷ്യം പിടിക്കരുത്. ഒരു ഹോമിയോ ഡോക്ടർക്കും അറിയത്തില്ല വാട്ട് ഈസ് ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് അറിയത്തില്ല. നമ്മൾ ആസ്ട്രോസൈറ്റോമ അല്ലെങ്കിൽ ഗ്ലയോമ എന്നൊക്കെ പറയും. വൈ ഇറ്റ് ഹാപ്പൻസ് നോബഡി നോസ്. എന്തിനാണ് ഒരു തലവേദന എന്തുകൊണ്ടുണ്ടാകുന്നതെന്ന് അറിയത്തില്ല. ദേഷ്യം തോന്നരുത്, തലവേദന. എനിക്ക് പ്രയോണി ഉണ്ട്, സ്ട്രമോണി അല്ല ബെൽഡോണി ഉണ്ട്, ഗ്ലോണൈൻ ഉണ്ട്, ഞാനത് കൊടുക്കും, തലവേദന കുറയ്ക്കും. ഇല്ലെന്ന് എന്തുകൊണ്ട് എനിക്ക് തലവേദന ഉണ്ടായെന്ന് അറിയണ്ടേ? ഇത് ബ്രെയിൻ ആണ്. അതായത് ഇതിനെ കുറിച്ച് ഞാൻ പറയാൻ പറഞ്ഞു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് മൈൻഡ്, ബ്രെയിൻ, ബോഡി. ഇത് സിങ്ക്രോണിസിറ്റി ആണ്. നമ്മളൊന്നും ബോഡി അല്ല. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഏത് കേസ്, അത് ക്യാൻസർ ആയിക്കോട്ടെ, ഏത് കേസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഞാൻ അവർ പറയുന്ന പ്രസൻറ്റിങ് സിംറ്റംസ് മുഴുവൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഐ വിൽ ഗോ ഫോർ എ ക്ലാസ്. ഈ ക്ലാസ്സിലാണ് ഞാൻ അവരെവിടെ മൈൻഡ് ഈസ് ഡിഫറെൻറ്റ്, ബോഡി ഈസ് ഡിഫറെൻറ്റ്, ബട്ട് യു ആർ നോട്ട് ബോഡി. ഞാൻ സാധാരണ ചെയ്യുന്ന എങ്ങനെയാണ്, ഇവിടെ നിന്ന് വെയിങ് ബാലൻസ് ഉണ്ട്, വെയിറ്റ് എടുക്കാൻ പറയും. അപ്പോൾ 80 കിലോ അല്ലെ 65 കിലോ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കും എന്താണ് ഇപ്പോൾ തൂക്കിയത്? എൻ്റെ തൂക്കം. അപ്പം ഞാൻ പറയും അല്ല നിങ്ങളുടെ തൂക്കം, അല്ല നിങ്ങളുടെ ബോഡിയുടെ തൂക്കം. അപ്പോൾ അവർക്കത് മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ പറയും നിങ്ങൾ ബോഡിയാണോ? ഞാൻ ബോഡിയാണ്. ഞാൻ പറയും അല്ല, നിങ്ങൾ ബോഡി അല്ല. ബോഡിയാണെങ്കിൽ ബോഡി അല്ല, മൈൻഡുണ്ട്. അപ്പം അങ്ങനെ അത് പ്രൊസീഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ബിക്കോസ് യു ആർ എ സിങ്ക്രോണസ് ബീയിങ് ഓഫ് സൈക്കി എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെ മൈൻഡ്, ബ്രെയിൻ, ബോഡി. So every conflict that happens in the mind will have its impact on a specific location in the brain, which is causing all the changes in the brain. നമുക്ക് തലവേദനയായാലും ബ്രെയിൻ ട്യൂമർ എന്ന് വിളിക്കുന്ന കുറച്ചുകൂടെ ഹാർഡൻഡ് ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ളതായാലും എല്ലാം നടക്കുന്നത് അങ്ങനെയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബോഡി പാർട്ടുണ്ട്. ഇതെല്ലാം ജെർമിനൽ ലെയേഴ്സ് പഠിക്കണം. അതെല്ലാം പഠിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഫുൾ വിചേക്കർ നമ്മൾ 7 ലെയേഴ്സ് ഒക്കെ ആയിട്ട് വന്നപ്പം അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും എനിക്ക് കൃത്യമായി മനസ്സിലായത് GHK പഠിച്ചതിന് ശേഷം. അവിടെ മാത്രമാണ് നമുക്ക് ഈ ജെർമിനൽ ലെയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത്, എംബ്രിയോളജിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ എംബ്രിയോളജി പഠിച്ച് ജെർമിനൽ ലെയേഴ്സ്, അതായത് എൻഡോഡേം, ഓൾഡ് മീസോഡേം, ന്യൂ മീസോഡേം, എക്ടോഡേം, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. അതിന് വേറെ 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 കൺട്രോളിങ് സെൻറ്റർ ഇൻ ദി ബ്രെയിൻ ഉണ്ടെന്നും അത് ബോഡിയുടെ പ്രധാനപ്പെട്ട അവയവങ്ങൾ, അതായത് നമ്മുടെ എൻഡോഡേം ഡിറൈവേറ്റീവ്സ് ആണ് ലിവർ, ഇൻറ്റസ്റ്റൈൻ, യൂട്രസ്, പ്രോസ്റ്റേറ്റ് എന്നുള്ള പ്രധാനപ്പെട്ട ഓർഗൻസ്. മീസോഡേം ഡിറൈവേറ്റീവ്സ് ആണ് നമ്മുടെ മസിൽസ്, ജോയിൻസ്, ബോൺസ് ആൻഡ് ജോയിൻസ്, മസിൽസ്, ലിഗമെന്റ്സ്, ബ്ലഡ് വെസൽസ്, ഫാറ്റ് ടിഷ്യൂ എല്ലാം. ഈ എക്ടോഡേം എന്ന് പറയുന്നതാണ് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് സ്കിൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുന്നതും നമ്മളൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ ഹോമിയോപ്പതി കോളേജിൽ ഇതിനൊന്നും യാതൊരു പ്രാധാന്യമില്ല. പക്ഷെ ഇതൊക്കെ വളരെ പഠിപ്പിക്കേണ്ടതാണ്. എനിക്ക് ഭാഗ്യം കൊണ്ട് ഞാൻ NIH പഠിച്ചതുകൊണ്ട് അവിടുന്ന് ഒരു ഫുൾ പേപ്പറായിരുന്നു എംബ്രിയോളജി. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലായി ഇത് പറഞ്ഞപ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. എന്നെ ഈ രംഗത്തേക്ക് നയിച്ചത് ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നന്നായിട്ട് ദൈവമായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ നല്ല പ്രാർത്ഥന നടത്തുന്നയാളാണ്. എനിക്ക് തന്നെ കഴിയുന്ന ഒരു കാര്യമല്ല ഈ GHK ലോകത്തിൽ എല്ലായിടത്തും എത്തിക്കാനുണ്ട്. 8 ബില്യൺ പോപ്പുലേഷൻ ഉണ്ട്. എല്ലാ നുക്കാൻ കോർണർ, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ വ്യക്തികളിലും GHK എത്തിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. തേർഡ് ബയോളജിക്കൽ ലോ അറിയപ്പെടുന്നത് ഒണ്ടോജനിക് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എംബ്രിയോളജിയായിട്ട് റിലേറ്റഡ് ആണ്. എംബ്രിയോളജിയുടെ ഈ പറയുന്ന ജെർമിനൽ ലെയേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ എല്ലാ ഓർഗൻസ് എന്നും അതിൻ്റെ അകത്ത് വരുന്ന എല്ലാ ചേഞ്ചസും അങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഫോർത്ത് ആണ് പ്രധാനപ്പെട്ട കാര്യം, അതായത് there are no infection actually
ഇൻഫെക്ഷൻ തിയറി എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് നോ മൈക്രോബ്സ് ക്യാൻ ഡു എനിത്തിങ് ഹാംഫുൾ ഫോർ യു. ഞാൻ പറഞ്ഞാൽ എങ്ങനെ അത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. അതായത് മൈക്രോബ്സ് ആർ അവർ ഫ്രണ്ട്സ്, അല്ലാതെ അവരൊരിക്കലും നമ്മുടെ എനിമീസ് അല്ല. നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ബെനിഫിഷ്യൽ റോൾ ഓഫ് മൈക്രോബ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക. ഫിഫ്ത്ത് ആണ് അതിൻ്റെ ക്വിൻറ്റസെൻസ് എന്ന് പറയും, അതിൻ്റെ മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ബേസിക്കലി എല്ലാ രോഗങ്ങളും ഒരു നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണെന്നുള്ളതാണ് ഫിഫ്ത്ത് ബയോളജിക്കൽ ലോ. ദി ക്വിൻറ്റസെൻസ് മീൻസ് ദി സമ്മറി ഓർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കമാണെങ്കിൽ 5 മിനിറ്റേ ഉള്ളൂ. ഇൻഫെക്ഷൻ തിയറി എന്ന് പറയുന്നത് ഒരു 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 തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ഇത് റെക്കോർഡാണ്, സാരമില്ല. കാരണം രോഗാണുക്കൾ ഇതിലെ പറന്ന് നടക്കുന്നു, ലൈക്ക് ഫിയേഴ്സ് അനിമൽസ്. ഫിയേഴ്സ് ആയിട്ടുള്ള എന്തോ നമ്മളെ കയറി ഇങ്ങനെ അറ്റാക്ക് ചെയ്യും, എന്നിട്ട് നമ്മളെ കൊല്ലും എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ്. ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന അലോപ്പതിയിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കും. അതുപോലെ ജീൻസിനെ കുറിച്ച് നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടി വെച്ചു. ജനറ്റിക് തിയറി നമ്മൾ വളരെയധികം വില വെച്ചു. ജനറ്റിക് തിയറി, അങ്ങനെ ഒരു തിയറി വന്നത് നമ്മുടെ സൈക്കിക് കോൺഫ്ലിക്റ്റിന് ശേഷമാണ് നമ്മുടെ ജനറ്റിക് ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് ISK പോലെയുള്ള സംഘടനകൾ മഴക്കാല രോഗങ്ങൾ, മഴക്കാലത്ത് ഒരു രോഗവും ഇല്ല. മഴയോട് നമ്മൾ എങ്ങനെ സമീപിക്കുന്നു? നമ്മൾ ഒരു കിലോമീറ്ററോ ഒരു 10 കിലോമീറ്ററോ മഴ നനഞ്ഞു പോയാൽ ആസ്വദിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രോഗം ഉണ്ടാകത്തില്ല. ഇപ്പൊ എൻവയൺമെന്റൽ കോസായിട്ട് നമ്മൾ മഴയും കാലാവസ്ഥയും വെയിലും ചൂടും ഇതൊന്നും നമ്മളെ രോഗം ഉണ്ടാക്കത്തില്ല. ഇതെല്ലാം മനസ്സിൽ കൂടെ കയറിയിട്ട് മാത്രമേ അത് രോഗം ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന അതൊരു തട്ടിപ്പാണ്. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഗതിയൊന്നുമില്ല. നമ്മൾ പറയുക നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് നമുക്ക് ഇന്ന മരുന്നുണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം കുറഞ്ഞുകൊണ്ടാണ്, അല്ലെ? ഇതൊക്കെ അലോപ്പതിക് വേർഷനാണ്. അലോപ്പതി ലാംഗ്വേജ് നമ്മൾ ഏറ്റെടുത്ത് പറയുകയാണ്. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ കാർസിനോജൻ തിയറി, there are no specific substances which will cause cancers. ക്യാൻസർ കോൺഫ്ലിക്റ്റ് കൊണ്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇന്റൻസിറ്റി, ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ്, then the location will vary from location to location. അതുപോലെ മെറ്റാസ്റ്റേസിസ് തിയറി, സെക്കൻഡറീസ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്, അതായത് ഓരോ ഓർഗനിൽ ക്യാൻസർ തുടങ്ങി പിന്നെ അതിങ്ങനെ ബ്ലഡിലൂടെയോ ലിംഫിലൂടെയോ ഒക്കെ സർക്കുലേഷനിലൂടെ പോയതിന് ശേഷം അത് വേറൊരു അവയവത്തിൽ പോയി സെറ്റിൽ ചെയ്തിട്ട് അവിടെ രോഗം ഉണ്ടാക്കും. ഇതെല്ലാം നമ്മളെ അവർ പഠിപ്പിച്ചതാണ്. അതുപോലെ ഡയറ്റിന് ആവശ്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ഭക്ഷണം കഴിക്കണം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടായിരിക്കണം. അതല്ലാതെ അയ്യോ, നമ്മൾ യൂട്യൂബിലേക്ക് പോയാൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവരും അവിടെ എല്ലാ ബ്ലോഗേഴ്സിനും അവരുടേതായിട്ടുള്ള, നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്താൽ നിങ്ങളുടെ ഡയബറ്റീസ് പോകും, അല്ലെങ്കിൽ ഈ പറയുന്ന പഴം അല്ലെങ്കിൽ ഈ കുരു വെള്ളത്തിലിട്ട് 5 പ്രാവശ്യം തിളപ്പിച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ മാറും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് കൂടുതൽ പറയുന്നത്. കാരണം ഇതെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണ്. വേറാസ് you, me and every human beings are not at all a material entities. അതുകൊണ്ട് ഡയറ്റ് തിയറി ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. എക്സസൈസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളെ തെറ്റായിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പഠിപ്പിക്കുന്നതിൽ നിന്നും നമ്മൾ ഇതിനെ ഒഫീഷ്യലായിട്ട് പഠിപ്പിക്കാൻ, ഇപ്പം എന്നോട് ISKയുടെ ഭാരവാഹികൾ പറഞ്ഞ പോലെ ഇതൊന്നും ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ശരിയാണ്, അതിനൊന്നും ഞാനില്ല. പഠിപ്പിച്ച് എന്താണെന്ന് പഠിപ്പിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതിയിൽ ഉണ്ടായിരുന്നതാണ് 8 വർഷത്തോളം. പിന്നെ അവിടുത്തെ എഡ്യൂക്കേഷൻ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നതാണ്, അതിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് അറിയാം. കാരണം നമ്മളൊക്കെ ഹോമിയോപ്പതിയിലേക്ക് വരുന്നതിന് മുമ്പോടെ ഹോമിയോപ്പതി ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു കാലത്ത് ഇത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഹോമിയോപ്പതിയും GHKയും ഇവിടെ നിലനിൽക്കും. അതിനാണ് ഭാവിയിലെ ആരോഗ്യം എന്ന് പറയുന്നതിൻ്റെ ശരിയായ രീതി മനസ്സിലാക്കാനും ജനങ്ങളെ സഹായിക്കാനും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആ വിശ്വാസം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. നമ്മുടെ സമയം അതിക്രമിക്കുകയാണ്. അപ്പോൾ ഇനി അനിത ഡോക്ടർ അനുവദിക്കുന്നിടത്തോളം ഞാൻ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. അത്രയും ആർക്ക് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം, സംശയങ്ങൾ. വീഡിയോ ഓൺ ചെയ്താൽ ഉപകാരമായി. സാറ് ഇതിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ സാറിന്. അതാ പറഞ്ഞ ഞാൻ എങ്ങനെ വേണേലും എനിക്ക് എടുക്കാം. പക്ഷേ നമ്മൾ ഒത്തിരി ഒരു ക്ലാസ് കൂടുമ്പോഴത്തേക്ക് അതിനൊരു നമ്മുടെ സമയത്തിനൊരു ഇത് വേണ്ടേ. അപ്പോൾ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അതായത് നിങ്ങളെല്ലാവരും ഫ്രീ ആയിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഇനീഷ്യൽ അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റ് learninggnm.com അത് നിങ്ങൾ വായിക്കും. അതിലൂടെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ നിങ്ങൾക്ക് അതിൽ തന്നെ കുറച്ച് പണം മുടക്കാവുന്നവരുടെ വീഡിയോസ് നമുക്ക് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ മറ്റു കോഴ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഞങ്ങളുടെ കോഴ്സ് ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്.
അതെല്ലാം ഞാൻ പറഞ്ഞ 81 വീഡിയോസ് ഉണ്ട്. അതെല്ലാം കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടും. പിന്നെ 440 ഓഡിയോ ക്ലിപ്സ് ഉണ്ട്. അതെല്ലാം ഫ്രീ ആണ്. നമ്മൾ ഇതിന്റെ ടെക്നോളജി കൊണ്ടുപോകാൻ വേണ്ടി ചെറിയ നോമിനൽ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വർഷത്തേക്ക് 2000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറയുന്നില്ല, അനിത ഡോക്ടർക്കൊക്കെ അറിയാം, നമ്മൾ പ്രിഡിക്റ്റീവിനൊക്കെ എത്ര ആയിരങ്ങൾ നമ്മൾ കൊടുക്കുന്നതെന്നൊക്കെ അറിയാം. അതുകൊണ്ട് ഇത് വളരെ മിനിമം ആണ്. അപ്പോൾ സാമ്പത്തികത്തെ കുറിച്ചല്ല പറയുന്നത്, നമുക്ക് ഈ ടെക്നോളജി ഓടിക്കണം, നമുക്ക് വെബ്സൈറ്റ് വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ ടെക്നിക്കൽ ടീമിന് പൈസ കൊടുക്കണം, അങ്ങനെയുള്ളതിന് മാത്രമാണ്. അല്ലാതെ ഒരു നയ പൈസയും ഇതിനെ കൂടെ ലാഭം ഉണ്ടാക്കാണ്ട് നമുക്കില്ല. ഞാൻ ചങ്ങനാശ്ശേരി നിന്നാണ്. പറയണ്ട സാർ, അയ്യോ അത് വളരെ ക്രൂരമായി പോകും. ജോർജ്, അതാ പറഞ്ഞ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വിഷമം വരും. പറഞ്ഞോ. ഞാനൊരു കുറച്ച് മുമ്പ് ഒരു 8:45 ഞാൻ മീറ്റിങ്ങിൽ കയറിയത്. അപ്പൊ എനിക്കൊരു 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ സിമിലിയർ അല്ല എങ്കിൽ തന്നെ മെഡിസിൻ കൊടുത്താൽ റിസൾട്ട് വരാറുണ്ട് അല്ലേ? കേൾക്കാമോ പറയുന്നത്? എന്താണ് റിസൾട്ട്? ഹലോ, പറഞ്ഞോ, കേക്കാം ഡോക്ടറെ. നമ്മള് ഒരു സിമിലിയർ ആയിട്ട് സിമിലിമം അല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ആ പേഷ്യന്റിന് റിലീഫ് കിട്ടാറുണ്ട് പല കേസുകളിലും, അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാവരുടെയും പ്രാക്ടീസ് രീതിയിലൊക്കെ കുറച്ചൊക്കെ മുന്നോട്ട് പോവുകയും പേഷ്യൻസിന് ബെറ്റർ ആയിട്ടും വരുന്നത് ആണല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ച് ഡോക്ടർക്ക് എന്ത് പറയാനുണ്ട്? അതായത് ഞാൻ പറഞ്ഞ ഒരു ഭൂരിപക്ഷം കേസുകൾക്ക് നമ്മൾ ഒരു മരുന്നിന്റെ ആവശ്യമില്ല. യു എക്സ്പ്ലെയിൻ ടു ദി പേഷ്യന്റ് വാട്ട് ഈസ്. നിങ്ങൾക്ക് റൈറ്റ് ഷോൾഡർ പെയിൻ ഉണ്ടാവും. എനിക്ക് നാളത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു കേസ്, ഒരു പീഡിയാട്രീഷ്യൻ ആണ്. അവളുടെ 18 വയസ്സുള്ള പെൺകുട്ടിക്ക് ഫ്രീക്വന്റ് ഡിസ്ലൊക്കേഷൻ ഓഫ് ദി റൈറ്റ് ഷോൾഡർ ആണ്. 18 വയസ്സായ കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ 2-3 കാര്യങ്ങൾ ആ കേസ് വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ അസസ് ചെയ്യും. GHK പറയും, അതായത് റൈറ്റ് സൈഡ് ഈസ് ദി റെപ്രസെന്റ് പാർട്ട്ണർ സൈഡ്. അവൾക്ക് 18 വയസ്സാണ്, പാർട്ട്ണർ ഉണ്ടോ, റിലേഷൻഷിപ്പിലാണോ എന്നുള്ളത് അറിയണം. അപ്പോൾ എന്താണ് റൈറ്റ് സൈഡ്? പിന്നെ ഫാദറാണ്. അപ്പോൾ ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഷോൾഡർ ടു ഷോൾഡർ എന്ന് പറയും, തോളോട് തോൾ ചേരുകയെന്ന് പറയും. സോ ദാറ്റ് ഗേൾ ഈസ് നോട്ട് എ ഗുഡ് ഡോട്ടർ ഫോർ ഹെർ ഫാദർ, ഓർ ഹെർ ഫാദർ ഈസ് നോട്ട് എ ഗുഡ് ഫാദർ ഫോർ ഹെർ. അത്രയും കാര്യം. അപ്പോൾ അതെന്തുകൊണ്ട് ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്നു? ബിക്കോസ് ഓഫ് 2 റീസൺസ്. അവിടെയുള്ള ഫേഷ്യ അല്ലെങ്കിൽ അവിടെ ലിഗമെന്റ്സ്, അതിന് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് പറഞ്ഞാൽ തന്നെ മതി. യു ഹാവ് ടു ഇംപ്രൂവ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഫാദർ. ഇനി മാരീഡ് ആണ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണ്, അതായത് ബോയ് ഫ്രണ്ട് ഉണ്ട്, ഒരു ടോക്ക് കൊണ്ട് അത് കറക്റ്റ് ആകും എന്നുള്ളതാണ് പറയുന്നത്. ടോക്ക് കൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ ആ കോൺഫ്ലിക്റ്റ് അവിടെ കറക്റ്റ് ചെയ്യുമെന്നുള്ളതാണോ പറഞ്ഞത്? അത് തന്നെയല്ലേ ഡോക്ടറെ ഞാൻ പറഞ്ഞത്. അതായത് ആകാശത്തിലെ പക്ഷികൾ ഒന്നും രാവിലെ 7 മണിക്ക് പോയി ലാബറട്ടറി പോയി എന്നിട്ട് എൻ്റെ ബ്ലഡ് ഷുഗർ ഇന്ന് 213 ആണോ 210 ആണോ എന്ന് നോക്കുന്നില്ല. അതുപോലെ തന്നെ ബയോളജിക്കലി നമ്മളെല്ലാം ഈ ഭൂമിയിൽ സ്വയമേവ തന്നെ അസുഖങ്ങൾ മാറ്റാനായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അസുഖങ്ങൾ എന്ന് പറയുന്ന സംഗതി ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഷുഡ് ഹാവ് എ ഗുഡ് റിലേഷൻ വിത്ത് മൈ ഫാദർ, മദർ, മൈ ചിൽഡ്രൻ, എക്സെട്ര എക്സെട്ര. അവിടെ ഇല്ലാതെ വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ പാപത്തിൽ എന്ന് പറയും, അല്ലെങ്കിൽ വി ആർ നോട്ട് ഇൻ ദി സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്ന് പറയും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വിൽ ബിക്കം സിക്ക്, അല്ലെങ്കിൽ ആരും മരിക്കത്തില്ലല്ലോ. അങ്ങനെയാണ് രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ആ സമയത്ത് ഈ ടോക്ക് എന്ന് പറയുന്നതല്ല, ദാറ്റ് ഈസ് ദി എക്സ്പെർട്ടീസ് ഓഫ് ആൻ തെറാപ്പിസ്റ്റ്. നമ്മൾ തെറാപ്പിയാണ്, ഇറ്റ് ഈസ് ദ തെറാപ്പി. ഇനി അതിൻ്റെ കൂടെ ഓർത്തോളുക, ഞാൻ 100% ഓഫ് ദി കേസസിൽ ഞാൻ ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുന്നയാളാണ്. അല്ലാതെ ഈ ടോക്ക് കൊണ്ടൊന്നും മാത്രം നിർത്താറില്ല. I can identify, categorize, yes, this patient is purely sorry. പ്രിഡിക്റ്റീവിന്റെ ഭാഗമായിട്ടല്ല ഇപ്പൊ ഈ പറഞ്ഞു വന്നത്, പ്രിഡിക്റ്റീവായിട്ടുള്ള ബന്ധപ്പെടുത്തിയാണല്ലോ. പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതി പ്രബൽ വിജയക്കറിന്റെ നമ്മളെ ആ ഒരു ലെവലിലേക്ക് പറയുന്നതാണല്ലോ ഡോക്ടർ ഇപ്പം ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലേ? അതാണല്ലോ ഇപ്പൊ ആക്ച്വലി പറഞ്ഞത്. ഹോമിയോപ്പതിയില് ഈ പറയുന്ന സൈഡ് അഫിനിറ്റി വെച്ചാണല്ലോ പറയുന്നത്. സൈഡ് അഫിനിറ്റി ഓരോ സൈഡില് അഫക്റ്റ് ചെയ്യാനുള്ള കാരണം ഇന്നതാണ്, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ ആ പ്രിഡിക്റ്റീവിന്റെ
പുസ്തകത്തിന്റെ ആ ടെക്സ്റ്റ് കൂടെ പോകുമ്പോഴത്തേന് പല കേസുകളും മനസ്സിലാകുന്നുണ്ട് അല്ലേ? അതെ. ആ അപ്പം ഈ ആക്ച്വലി ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അവിടെയും പിടികിട്ടാത്തത്. ഏത് ഡിഫറൻസ്? ഈ ഹോമിയോപ്പതിയിലെ ആ ഡിഫറൻസും ഈ GNM-ലെ ഡിഫറൻസും തമ്മിലുള്ള ഡോക്ടറെ നമ്മളിപ്പോ റൈറ്റ് സൈഡ്, മെഡിസിൻ കൊടുക്കുന്നു, നമ്മൾ ഇതിനകത്ത് മെഡിസിൻ കൊടുക്കുന്നില്ല, അതാണോ? നമ്മൾ റൈറ്റ് സൈഡഡ് റെമഡീസ് ലെഫ്റ്റ് സൈഡഡ് റെമഡീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലൈക്കോപോഡിയം റൈറ്റ് സൈഡ്, ലാക്ടോസിസ് ലെഫ്റ്റ് സൈഡ്, ഇത് നമ്മൾ കുറെ മെഡിസിൻസ് കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള പ്രോമിനൻസ് ഈ പർട്ടിക്കുലർ, അത് ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സണും റൈറ്റ് ഹാൻഡഡ് പേഴ്സണും ഡിഫറെന്റ് ആണ്, ഓപ്പോസിറ്റ് ആണ്. അതൊക്കെ നമ്മുടെ ബ്രെയിൻ വയറിങ്ങിന്റെ പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ട് പാർഷ്യലായിട്ട് നമ്മൾ സൈഡ് അഫിനിറ്റി അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ഇതിന്റെ മുഴുവനും പഠിക്കണം. ഇറ്റ്സ് എ ബിഗ് യൂണിവേഴ്സിറ്റി ഡോക്ടർ. അല്ല, നമ്മൾ ഒരു ക്ലാസ് കൊണ്ട് തീരുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അനിത ഡോക്ടറോട് ഞാൻ പറയുന്നത്, ഞാൻ ഇതിൻ്റെ അകത്ത് ക്ലാസ്, ബിക്കോസ് ഐ എം ഓൾറെഡി ടേക്കിംഗ് ക്ലാസ്സസ്. ഞാനിത് ക്ലാസ് അറേഞ്ച് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾക്ക് ഫിലിപ്പൈൻസ് എന്നുള്ള ഒരു ലേഡിയാണ് എടുത്തത്. അടുത്ത ആഴ്ച നമ്മുടെ തന്നെ കേരളത്തിലുള്ള ഒരു ഡോക്ടർ സുമയ്യ അലൻസാ. എനിക്കൊരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ. അതായത് ഹസാർഡസ് ആയിട്ടുള്ള ചില സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടല്ലോ, അത് അഫക്റ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ എഫക്റ്റ് വരത്തില്ല. 3 കാര്യങ്ങൾ പറഞ്ഞു. അതായത് സൈക്കിക് കോസസ് ഇല്ലാത്ത 3 കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ ശ്രദ്ധ വേറെ ഡൈവേർട്ട് ചെയ്തു. ഞാൻ അതിൻ്റെ അകത്ത് ആക്സിഡൻസ് മാത്രമേ പറഞ്ഞു. ആക്സിഡൻസ്, ട്രോമ, ഫാൾ, ഇഞ്ചുറി അല്ലെങ്കിൽ ബേൺ, ഇങ്ങനെയുള്ളതല്ല നമ്പർ 1. നമ്പർ 2 ആണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതിന് ടോക്സിൻ എന്ന് പറയും. അതായത് സം ടോക്സിക് സബ്സ്റ്റൻസസ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ there will be so many symptoms, but they are not diseases. ഡിസീസസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഡിസീസസ് ആണ്. നമ്പർ 3 ആണ് മാൾന്യൂട്രീഷൻ. അവിടെയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് അവർ ന്യൂട്രിയൻസ് എന്ന് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യത്തിന് ചെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് നോട്ട് ടേക്കൺ വാട്ടർ. സിമ്പിൾ വാട്ടർ ഞാൻ ഉച്ചയ്ക്ക് മുതൽ കഴിച്ചിട്ടില്ല. ഐ വിൽ ഫീൽ ഗിഡി, ഐ വിൽ ഫീൽ ടയർഡ്, വീക്ക്നെസ്. പക്ഷെ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുമ്പോഴത്തെ ഐ വിൽ ബി ഓക്കെ. സോ ദാറ്റ് ഈസ് നോട്ട് എ ഡിസീസ്. ഈ 3 കാറ്റഗറൈസ് ഓർത്തോളുക. ട്രോമ, ഇത് ആക്ച്വലി ഡിസീസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ അല്ലേ? ഏത് GNM അങ്ങനെ അല്ല ഡോക്ടറെ ഞാൻ പറഞ്ഞ ഡിസീസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. നമ്മളെ പഠിപ്പിച്ചെങ്കിൽ അങ്ങനെയാണെന്നേ. ഡിസീസ് നമ്മളെ കയറി പിടിച്ചു, ഡിസീസ് വന്നു, പനി വന്നു, അങ്ങനെ ഇല്ല. ബോഡി ഈസ് അറ്റംപ്റ്റിംഗ് ടു റിക്കവർ ദാറ്റ് പർട്ടിക്കുലർ ചേഞ്ച്. നമ്മുടെ ഡീവിയേഷൻ വരുന്നു, ഡീവിയേഷൻ ഉണ്ടാകണമല്ലോ. ഡീവിയേഷൻ ഉണ്ടാകുന്നതിന്റെ നമ്മൾ ഈ അവസ്ഥയ്ക്ക് പറയുന്നത് കണ്ടീഷൻ പറയുന്നത്. കാരണമായിട്ട് നമ്മളെ പഠിപ്പിച്ചത് മഴ നനഞ്ഞാൽ ഡീവിയേഷൻ ആണ്, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഡീവിയേഷൻ ആണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. ഇല്ല, എവറി ഡീവിയേഷൻ ക്യാൻ മേക്ക് സം ചേഞ്ചസ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഇൻ ദി ഡൈനാമിക് ലെവൽ. മനസ്സിലായോ? ആ ഡൈനാമിക് ലെവലിൽ ഉണ്ടാകുന്ന. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മഴ നനഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട്, ഐസ്ക്രീം കഴിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അസുഖം വരണമെന്നില്ല. അയ്യോ, ഐസ്ക്രീം കഴിച്ചാൽ എനിക്ക് അസുഖം വരുമെന്നുള്ള പേടിയോടുകൂടി ഞാൻ ഐസ്ക്രീം കഴിച്ചാൽ ഐ വിൽ ബിക്കം സിക്ക്. ഐസ്ക്രീം അല്ല അവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ എക്സെപ്ഷൻസ് ആണ്. ട്രോമ, ടോക്സിൻസ് മീൻസ് പോയിസണിങ്, അനിമൽ പോയിസണിങ്, കെമിക്കൽ പോയിസണിങ് എല്ലാം വരും. തേർഡ്, മാൽന്യൂട്രീഷൻ. അതെല്ലാം ഒത്തിരി നാൾ കൂടിയാ ഡോക്ടറെ കണ്ടത് കേട്ടോ. സന്തോഷം. കേസ് സുഹൃത്തുക്കളല്ലേ, എന്നും കാണുന്ന മുഖങ്ങളല്ലേ. ഓക്കെ, അപ്പൊ സാറ് നമുക്ക് ഇനി സാറിന്റെ ക്ലാസ്സുകള് ഞാനിപ്പോ ഒരു ക്ലാസ്സിനായിട്ട് ഞാൻ ഒന്നും ബുദ്ധിമുട്ടില്ല. ഈ സമയം മാത്രമേ ഞാൻ സ്പെൻഡ് ചെയ്തുള്ളൂ. ബിക്കോസ് ദീസ് ആർ സ്പോണ്ടേനിയസ്ലി കമ്മിങ്. അതുകൊണ്ട് സാർ ഏതെങ്കിലും നമ്മുടെ ഇപ്പം സാർ ഇങ്ങനെ പറഞ്ഞല്ലോ, അതില് ഇപ്പം ഏതെങ്കിലും ഒന്നുകിൽ സൈഡ് അഫിനിറ്റിയോ അല്ലെങ്കിൽ ഒന്നും എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള സാറ് തിയറീസ് പറഞ്ഞല്ലോ. ഞാൻ വേണമെങ്കിൽ ഒരു കുറച്ച് ഡിസീസ് ഞാൻ അവതരിപ്പിച്ചിട്ട് ഓരോന്നിനുള്ള കോൺഫ്ലിക്ട്സുകൾ പറഞ്ഞ് എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ പറയും. ഒരു ഐ ഓൾവേസ് സേ വൺ കേസ്. ഒരു ദിവസം എനിക്ക് ക്ലിനിക്കിൽ കിട്ടുന്ന കേസ് മതി. ഐ ക്യാൻ എൻഗേജ് എ ക്ലാസ് ഓഫ് 1 hour മിനിമം. ഒരു സെമിനാർ ഞാൻ പറഞ്ഞത്, ഒരു സെമിനാർ ഞാൻ എടുക്കാൻ പറ്റും.
ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ ഫിനിഷ് ചെയ്ത് വെച്ചതാണ്. അത് ഫൈബ്രോയിഡ് യൂട്രസിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് സൈമ എന്ന് പറയുന്ന പേര് പറയാമോ എനിക്കറിയത്തില്ല. മധ്യപ്രദേശ് ഇൻഡോറിൽ നിന്നുള്ളതാണ്. 49 years ആയി. ഷീ ഹാസ് ഗോട്ട് വലിയ ലാർജ് ഫൈബ്രോയിഡ്സ്, മൾട്ടിപ്പിൾ. കാരണം എന്തായിരിക്കും ആർക്കെങ്കിലും പറയാമോ? ഞാൻ ഒത്തിരി CME പ്രോഗ്രാംസ് നമ്മുടെ പുതിയ പിള്ളേര്, പെൺകുട്ടികള്, അല്ല ഡോക്ടേഴ്സ്, യങ്സ്റ്റേഴ്സ് ഒക്കെ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് അതായത് ഇന്ന ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ്. ഒന്നുമല്ല, പ്രൊക്രിയേഷൻ കോൺഫ്ലിക്റ്റ്. എന്താണ് കാരണം? പ്രൊക്രിയേഷൻ കോൺഫ്ലിക്റ്റ്. ഹി ഈസ് what you call Unani practitioner, husband. He was not interested to have or become a father for how many years? 3 or 4 years. Thereafter he started, because everybody started asking him, why you are not a father, or why you don't have a child. അങ്ങനെയാണ് പുള്ളിക്ക് താല്പര്യമായത്. അന്നേരത്തേക്ക് ഇവിടെ താല്പര്യം പോയി. മനസ്സിലായി? She started getting what? Pain, burning, frigidity, displeasure. ഹസ്ബൻഡിനോട് ഭയങ്കര സ്നേഹമാണ്, അയാൾക്ക് ഭാര്യയോട് സ്നേഹമുണ്ട്. കാരണം പുള്ളിക്കാരൻ പറയുന്നത്, ഞാൻ നിന്നോട് മാത്രമേ വർത്താനം പറയാവുള്ളൂ, ഈ സച്ച് ആൻ ഇൻട്രോവേർട്ടഡ് പേഴ്സൺ. അപ്പൊ ഇങ്ങനെ പഠിച്ച് വരുമ്പോഴത്തേക്കും വെരി ഈസി. പുള്ളിക്കാരത്തി സൈയിങ് ആണ്, വീപ്പിംഗ് ആണ്, സൈലന്റ് ഗ്രീഫാണ്. എത്രയോ വർഷമായി, 16 വർഷമായി മാരീഡ് ആയിട്ട്. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. പക്ഷെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. വാക്കുകളിൽ കൂടെ പറഞ്ഞാൽ പോരല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഐ ലവ് ഹിം, ഐ ക്യാൻ ഗോ വിത്തൗട്ട് എ ചൈൽഡ് എന്നൊക്കെ. നോ, ഹർ ബോഡി ഡിമാൻഡ്സ് ദാറ്റ്. ഒരു പെൺകുട്ടിയെയും ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, അമ്മയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്ങനെ ഉള്ളിക്കാരിക്ക് തന്നെ തോന്നും, യെസ്, നോട്ട് എറ്റ് ബിക്കം എ മദർ. സോ അതാണ് പ്രൊക്രിയേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. Early 4 years, husband was not ready to have become a father. After 4 years, when she started desiring for a child, she did not become pregnant, and she started becoming എല്ലാം സെക്ഷൽ കോണ്ടാക്ട്സ് എല്ലാം പുള്ളിക്കാർക്ക് ഇഷ്ടമില്ലാതെ. മനസ്സിലായില്ലേ? വേറെ കംപ്ലൈന്റ്, ഈച്ചിങ് ഓഫ് ദി ഹോൾ ബോഡി, അനീമിയ, സെൽഫ് ഡീവാലുവേഷൻ, കോൺഫ്ലിക്റ്റ്, മെൻസ്ട്രുവൽ പ്രോബ്ലംസ്. അങ്ങനെ ആദ്യമേ ഈ കംപ്ലൈന്റുകളെല്ലാം എഴുതിയിട്ട്, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, എൻ്റെ എല്ലാ കേസുകളിലും ഇങ്ങനെ മൈൻഡ് ബോഡി എന്ന് പറയുന്നൊരു കാറ്റഗറൈസേഷൻ ഉണ്ടാവും. അത് പഠിപ്പിച്ചിട്ടേ ഞാൻ ഒരു കേസും എടുക്കത്തുള്ളൂ. എല്ലാ ഡിസീസിനും നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നില്ലെന്നേ. നമ്മുടെ സോറി കേസസ്, ഒരാൾ ജലദോഷം ഉണ്ടായി, ചുമയുണ്ടായി, പനിയുണ്ടായി, വയറിളക്കം ഉണ്ടായി, വൈ വി ഷുഡ് ട്രീറ്റ്? ഡോക്ടർ പറഞ്ഞാല് ട്രീറ്റ് ചെയ്തതിൽ സുഖമാവുന്നേ, അതൊക്കെ നമുക്കറിയാം. പിന്നെ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു ഡോക്ടറിനെ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെ തന്നെ ജീവിച്ചോളൂ. പക്ഷേ നമ്മളോട് തന്നെ മനസാക്ഷിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള ബോധവും, അത് വളരെ നമ്മളോട് സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കും. യെസ്, ഐ ആം ഡൂയിങ് വാട്ട് ഐ ആം സപ്പോസ് ടു ഡു, ഓർ ഗോഡ് ഡിസൈൻഡ് മീ ടു ഡു ദാറ്റ്. മറ്റുള്ളവരെ സഹായിക്കുക തന്നെയാണ്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, മതി. വെറുതെ പറച്ചിലാണോ, വെറുതെ വായലയാണോ, അങ്ങനെയൊന്നും മിനിമൈസ് ചെയ്യരുത്. അങ്ങനെയൊന്നും അല്ല. തെറാപ്പി എന്ന് ഞങ്ങൾ പറയും, GHK തെറാപ്പി. GHK തെറാപ്പി ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ മേക്കിംഗ് ദി പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ പ്രോബ്ലം. സാർ, ഒരു ഡൗട്ട് ഉണ്ട്. ഡൗട്ട് എന്ന് വെച്ചാൽ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ, കൺജനൈറ്റൽ കംപ്ലൈന്റ്സ്, പക്ഷെ നമുക്ക് അങ്ങനെ കൺവിൻസ് ചെയ്ത് അത് നമുക്ക് അവിടെ വർക്ക് ചെയ്യില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ചെയ്യും ഡോക്ടറെ, ഇതൊക്കെ പഠിക്കണം നമ്മൾ. ഇതൊക്കെ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ പ്രഫുൽ ശേഖറാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സുണ്ട്. ഓരോ കുഞ്ഞും അതിൻ്റെ അടുത്തേക്ക് അൾട്രാസോണോഗ്രഫിയുടെ ഇത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ കൊച്ചു രക്ഷപ്പെടും. മനസ്സിലായോ? പറയാം അൾട്രാസോണോഗ്രഫി എന്ന് പറയും. പക്ഷെ ദാറ്റ്സ് എൻ ഇഞ്ചുറി, ടോക്സിൻ ഫോർ ഇഞ്ചുറി, ട്രോമ ഫോർ ദാറ്റ് ചൈൽഡ്, ബേബി. അവിടെ മുതൽ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നു ത്രൂ ഔട്ട് ദി പ്രഗ്നൻസി, എസ്പെഷ്യലി ഡ്യൂറിങ് ദി ലാറ്റർ 2 ട്രൈമസ്റ്റേഴ്സ്. അതിനെക്കുറിച്ച് ഒത്തിരി ഡിസ്പ്യൂട്ട് ഉണ്ട്. എത്രാം ദിവസമാണ്? 84 days ആണ് ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ തീരുന്നത്. ചിലർ പറയും 73 daysലാണ് ആത്മാവ് വരുന്നത്, അല്ലെ മനസ്സ് തുടങ്ങുന്നത് എന്നൊക്കെ പറയും. അന്ന് മുതലേ 18 വയസ്സ് വരെ ഒരാൾ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി മദർ കോൺഫ്ലിക്റ്റ് ആണ് ഡോക്ടർ അയ്യ. ആ കുട്ടി അമേരിക്കയിൽ ജീവിച്ചോട്ടെ, അമ്മ എവിടെ ഇരുന്നോട്ടെ, ആ കുട്ടിയെ ബാധിക്കുക, അല്ലെ കുട്ടിയുടെ കോൺഫ്ലിക്റ്റുകൾ മദറെ ബാധിക്കും. എത്ര ഉദാഹരണങ്ങൾ, അങ്ങനെ ഉദാഹരണമല്ല, എല്ലാ കേസുകളും അങ്ങനെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ ആയിക്കോട്ടെ, മംഗോളിസം ആയിക്കോട്ടെ, ബിഹേവിയറൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ,
ടെമ്പർ ടാൻട്രംസ്, അല്ലെങ്കിൽ എല്ലാം, സ്റ്റഡി പ്രോബ്ലം, ലേണിംഗ് ഡിസബിലിറ്റി, പേരുകൾ ഒത്തിരി ഉണ്ട് നമുക്ക് കൊടുക്കാനായിട്ട്. ഓരോ ദിവസവും അമേരിക്കയിൽ എവിടെയെങ്കിലും ഇരുന്ന് ഒരുത്തന്നെ ഒരു പുതിയ പേര് കൊണ്ടുവരും. ഇന്ന് ഒരുത്തൻ അൾഷൈമേഴ്സ് പറയും, ചിലത് ക്ലിക്ക് ചെയ്യും, ചിലത് പാർക്കിൻസൺ കൊണ്ടുവരും, അത് ക്ലിക്ക് ചെയ്യും. നമ്മൾ പിന്നെ അത് പറഞ്ഞുകൊണ്ടാണ് ADHD. ഞാൻ ഡോക്ടർ ആയി കഴിഞ്ഞാൽ കുറേ നാൾ ഈ സെമിനാറുകളൊക്കെ ഈ ഫാദർ മുള്ളറിൽ ഒരു ദിവസം പോയി ഒരു സെമിനാർ കൂടിയപ്പോഴാണ് ഞാൻ അന്ന് ഡോക്ടർ തിവാരി എന്ന പ്രിൻസിപ്പലാണ്, അദ്ദേഹം പുതിയൊരു ഡിസീസ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല, എൻ്റെ ഫ്രണ്ടാണ്, കുറ്റം പറയാതെ. അദ്ദേഹം പറഞ്ഞ ADHD എന്താ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. ഒരു പേര് കൊടുക്കുകയാണ് ഒരാൾക്ക്. ഇങ്ങനെ ഡെയിലി ഏതാണ്ട് 5000-ഓളം ഹൈപ്പോത്തസിസ് ഉണ്ടെന്നാണ്. നോബഡി നോസ് വാട്ട് ഈസ് ദ റീസൺ. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു സ്പെക്ട്രം ഡിസോർഡറിലും ഒരു ഡിമെൻഷ്യയിലും ഒരു അൾഷൈമേഴ്സും ഒരു പാർക്കിൻസണും ഒക്കെ പേര് കൊടുക്കാനുണ്ട്. ഇന്ന് വളരെ രസമാണ്. നാളെ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ അത് മറന്നുപോയി, ഫോണിൻ്റെ അകത്തുണ്ട്, ഞാൻ കേട്ടിട്ടില്ലാത്തൊരു പേരാണ്. ഐ ആം ഡയഗ്നോസ്ഡ് വിത്ത് സോ ആൻഡ് സോ ഡിസീസ്. ഇപ്പോൾ ഡോക്ടറുടെ ട്രീറ്റ്മെൻ്റ് ആണ് നാളത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ പോയി റെഫർ ചെയ്യേണ്ടി വന്നു, എന്താണ് ഈ സാധനം. അപ്പോഴത്തേക്ക് വേണം അതൊരു ക്യാൻസറിൻ്റെ കാരണമായിട്ട് ഡയഗ്നോസ് ചെയ്തിരിക്കും. അത് മ്യൂട്ടേഷൻ ഓഫ് എ പർട്ടിക്കുലർ ജീൻ എന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് മ്യൂട്ടേഷൻ നടക്കുന്നു എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ മ്യൂട്ടേഷനും ഓരോ ദിവസവും ഓരോ മ്യൂട്ടേഷനും അവർക്ക് നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് അതെല്ലാമാണ് പുതിയ കാരണങ്ങൾ, ക്യാൻസർ എന്ന് പറയാൻ പറ്റും. അങ്ങനെയൊന്നും അല്ല സംഭവം. എവറിത്തിങ് ഈസ് ഫ്രം ദി മൈൻഡ്. ഡോക്ടർ ജോർജ് ചോദിച്ച പോലെ, അതായത് ഈ ഡീവിയേഷൻ അല്ലേ? യെസ്, ഡീവിയേഷൻ തന്നെയാണ്. പക്ഷെ ഡീവിയേഷൻ എക്സാക്ട്ലി ഹാപ്പൻസ് ഇൻ ദി ഡൈനാമിക്. റൂബ്രിക്സ് ഒന്നുകൂടെ 9, 10, 14 എണ്ണം വരെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഇസ് എ ഡൈനാമിക് ഡീവിയേഷൻ ഓഫ് ദി വൈറ്റൽ ഫോഴ്സ്. ഡോക്ടർ ഹാനിമാന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ബോധ്യമില്ലാതായി. ആരോട് പറയാനാണ്? നമ്മളെല്ലാം അലോപ്പതിയുടെ കൂടെ പോയി. It is the dynamic deviation. Dynamic deviation cannot happen by this injury or trauma or climate or exercise or diet or anything like that. Dynamic deviation എന്ന് പറഞ്ഞാൽ ഡൈനാമിസത്തിൽ തന്നെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. എന്നത് എവിടെയാണെന്ന് മറന്നുപോയി. നാളെ ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ഞാൻ ഇപ്പം നമുക്ക് ChatGPT-യും ഗൂഗിളും ഒക്കെ ഇതൊക്കെ ഉണ്ടല്ലോ, AI ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം റിസൾട്ട് കിട്ടും, എന്താണ് ഈ ഡിസീസ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്, പറയൂ ശിവശങ്കരൻ സർ. ഞാൻ പാലക്കാട് നിന്നുള്ള ഡോക്ടർ ശിവശങ്കരൻ, ഒരു സ്റ്റുഡന്റ് ആണ്. കുറച്ച് GNM പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് നേരത്തെ പറഞ്ഞ കൂട്ടത്തിലാണ്, കുറച്ച് ലേസി ആയത് കാരണം കുറച്ച് പിന്നോട്ട് നിൽക്കുകയാണ് സർ. അപ്പോൾ എൻ്റെ ഡൗട്ട് ഇതാണ് സർ. ഞാൻ GNM വായിച്ചു തുടങ്ങിയ സമയത്ത് അതിൽ DHS എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമ്പോൾ ഡോക്ടർ ഹാമ്പറിന്റെ കയ്യിലേക്ക് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് അദ്ദേഹത്തിന് കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു MRI സ്കാൻ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഗൺഷോട്ടിൽ ഈ പോയിന്റ്സ് ഇതെല്ലാം ഉണ്ട്, അപ്പോൾ ഈ രോഗിക്ക് ഇതെല്ലാം ആണ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത് വിത്ത് MRI, പേഷ്യൻസിനെ കാണാണ്ട്. അങ്ങനെയാണ് ഞാൻ വായിച്ചറിഞ്ഞത്. എന്റെ സംശയം ഇങ്ങനെ വരുമ്പോൾ, സോ ഇത് പറയുന്നത് എല്ലാം തുടങ്ങുന്നത് ബ്രെയിനിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം വരുന്നു, ബ്രെയിനിലുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നു, അതിനനുസരിച്ച് ബോഡിയിലെ മെറ്റീരിയൽ പാർട്ടിലേക്ക് ഡിസീസ് വരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന്. അപ്പോൾ എൻ്റെ സംശയം ഇവിടെയാണ്. സോ ഇത് ആക്സിഡന്റൽ ആയിട്ട് വരുന്ന ലീഷൻ അല്ലായിരുന്നു MRI എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ന്യൂറോളജിസ്റ്റുകളോ അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റുകളോ ഇത് തിരിച്ചറിയേണ്ടതല്ലേ ഈ ലീഷൻസ്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റെക്കോർഡഡ് ആയിട്ട്, അതായത് മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കേണ്ട ബുക്കുകളിൽ ഇത് എവിഡൻസ് ആയിട്ട് വരേണ്ടതല്ലേ ഈ ലീഷൻസിനെ കുറിച്ച്? കാലം ഇത്രയും കഴിഞ്ഞില്ലേ? അങ്ങനെ വരാതെ ഇരിക്കുന്നിടത്തോളം കാലം ഹിസ്റ്റോറിക്കൽ ഇത് അറിയാമോ? കാലം എത്ര കഴിഞ്ഞെന്നാണ് ഡോക്ടർ വിചാരിക്കുന്നത്? ഡോക്ടർ ഹാമർ മരിച്ച ഏത് വർഷം അറിയാമോ? 2017. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 8 വർഷമല്ലേ ആയുള്ളൂ. അതെ, അദ്ദേഹം സിംഗിൾ മാൻ ആയിട്ട് അയാള് 2.5 വർഷത്തോളം ജയിലിൽ കിടന്നയാളാണെന്ന് ഡോക്ടർക്ക് അറിയാമോ? കേട്ടിട്ടുണ്ട്. അയാൾ അല്ല, ഞാൻ ചോദ്യം കംപ്ലീറ്റ് ചെയ്തു സാർ. ഞാനത് എതിർത്ത് GNM-നെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ പലപ്പോഴും നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ സംശയം, നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് ഒരു മെഡിക്കൽ സയൻസ് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതുകൊണ്ടാണ് എങ്ങനെയെന്നുള്ളതിൽ നമുക്ക് പലപ്പോഴും ഫെയിൽ ആവുന്നുണ്ട്. പക്ഷെ ഓരോ സ്റ്റെപ്പും കോൺക്രീറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ള
റേഡിയോളജിസ്റ്റുകളുടെ കണ്ണിൽ പെടാണ്ട് ഇതുകൊണ്ടാണ് എന്നൊരു അന്വേഷണം വരാണ്ടേ എങ്ങനെ നമുക്കിത് ഒരു തെളിവായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം സർ, പണ്ടാരമടങ്ങുക എന്നുള്ളൊരു വാക്ക് മലയാളത്തിൽ പ്രസിദ്ധമാണ്. അതിന്റെ അർത്ഥം എത്ര പേർക്ക് അറിയും എനിക്കറിയില്ല. പണ്ട് കാലങ്ങളിൽ സ്മോൾ പോക്സ് പോലെ വസൂരി പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരാളെ ഐസൊലേറ്റ് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ മരിക്കുക, അങ്ങനെ അവസാനം രക്ഷപ്പെട്ടു വന്നു, ഇല്ലെങ്കിൽ അതിനെങ്ങനെ തീകൾത്തുക. അതാണ് ആ പണ്ടാരമടങ്ങുക എന്നുള്ള വാക്കിന് അർത്ഥം. അപ്പോ ഒരു ഗ്രാമം മുഴുവൻ പടർന്ന് പിടിക്കുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസ്. അപ്പൊ നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചികിത്സ വേണ്ട എന്ന് അങ്ങനത്തെ ഉള്ള അസുഖങ്ങളിൽ വേണ്ട, സാർ നേരത്തെ പറഞ്ഞ പോലെ ഫീവർ ആണെങ്കിൽ അത് തന്നെ മാറിക്കോളും എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. അപ്പോ അതിനെങ്ങനെയാണ് സാറ് അതിനെ ആൻസർ ചെയ്യുക? ഡോക്ടർ പഴയ കാലത്തേക്കൊന്നും പോകണ്ട. നമ്മൾ 4-5 വർഷം മുമ്പ് നമ്മളെല്ലാം സഹിച്ചതല്ലേ. കുറെ ലക്ഷം പേര് മരിച്ചില്ലേ, ലക്ഷക്കണക്കിന് ഓരോ രാജ്യങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടില്ലേ അല്ലേ? അവരെല്ലാവരും മരിച്ചത് ഇന്ന് ട്രംപ് അവിടെ കടന്നിട്ട് ഫിയർ മോങ്കറിങ് എന്ന് പറഞ്ഞിട്ട് വാചാലനാകുന്നുണ്ട്. പക്ഷെ അന്നത്തെ ആന്റോണി ഫൗച്ചി എന്ന് പറയുന്ന ആളും അന്നത്തെ ബൈഡനും ഭരണാധികാരികളെല്ലാവരും കൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ട് അത് ഭയമാക്കിയിട്ട് മാറി. നമ്മളെന്നാണ്, ഞാനിപ്പോഴും പറയാം, ഡോക്ടർ ശിവശങ്കരൻ ഡോക്ടർ കേട്ടോളൂ. 2020 ജാനുവരി 18-ാം തീയതി ഒരു 350ഓളം പേരെ ഞാൻ GNM പഠിപ്പിച്ചുകൊണ്ട് നാഗപ്പൂരിൽ അവിടെ ഒരു സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് അവിടുത്തെ പ്രസിദ്ധമായ ഒരു ഹോട്ടൽ പ്രസിഡന്റിലാണ് എനിക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അറേഞ്ച് ചെയ്തത്. അപ്പോൾ അറിയാമല്ലോ, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അപ്പോൾ പേപ്പർ തരുമ്പം ഇംഗ്ലീഷ് പേപ്പറിൻ്റെ മൂലയ്ക്കൊരു ഇതായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടോക്കൺ തരുന്നത്. അപ്പോൾ ആ മൂല ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതായത് വലിയൊരു സാധനം, അതായത് സാർസിനെയൊക്കെ വെല്ലുന്ന ഒരു സാധനം ചൈനയിൽ നിന്നും വരുന്നുണ്ടെന്ന്. ഞാനത് സെമിനാർ ക്ലോസ് ചെയ്ത് വീട്ടിൽ വന്നില്ല, അതിനു മുമ്പേ തന്നെ ഇവിടുത്തെ റൂട്ട് മാപ്പൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ചാനലുകാർ. ഈ പറക്കുന്ന പൂച്ചെടി പോലെ ഒരു സാധനം പറന്ന് കളിച്ചില്ലേ നമ്മുടെ TV സ്ക്രീനുകളിലെല്ലാം മൊബൈലിലെല്ലാം അല്ലേ? ഇത്രയും ആരാണ് പറയുന്നത്? നമ്മുടെ ആശാന്മാരാണ്. മോഡി മുതൽ താഴെ പിണറായി വരെയുള്ള എല്ലാവരും പറയുവാണ് നിങ്ങൾ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ്. പേടി വരുവോ ഇല്ലയോ സാറേ? എല്ലാവരും നല്ല സ്ട്രോങ് ഒന്നും അല്ലല്ലോ. ഒത്തിരി സ്ട്രമോണിയംകാരും ഒത്തിരി ഓപ്പിയംകാരും ഒത്തിരി അക്കോണേറ്റുകാരും ഒത്തിരി വെൾസാറ്റിലക്കാരൊക്കെ ഇല്ല നമ്മുടെ കൂടെ. അപ്പൊ എല്ലാവരെയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ സോ മെനി പീപ്പിൾ ആർ ഹാവിങ് ദാറ്റ്. ഇനി ഡോക്ടർ ചോദിച്ചൊരു കാര്യം, ഇതെല്ലാം എവിടെയെങ്കിലും എത്തിയോ? ഇല്ലെന്ന്, ഇത് തുടക്കത്തിലേ ഉള്ളത്. ഇത് ഓരോരുത്തരുടെ ഇങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള മുൻകൈ എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഹോമിയോപ്പതി ഉള്ളത്. ഇതൊക്കെ ഞാൻ ആദ്യകാലത്ത് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ വെക്കുന്ന ഓരോ മരം വെക്കുമ്പോഴും ഇതിൻ്റെ കീഴേ ഇരുന്ന് തണൽ അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണമെന്നില്ല. നമ്മൾ ഹോമിയോപ്പതിയെ ലോകത്തിലെ 2ാമത്തെ നിലയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മരത്തിലെ ശിലകളിൽ ആസ്വദിക്കുന്ന ഒത്തിരി പേരുണ്ട്, ജീവിക്കുന്നവരുണ്ട്, ബിസിനസ് ആക്കുന്നവരുണ്ട്. പക്ഷേ ആരുടെയൊക്കെയോ അധ്വാനം കൊണ്ടാണ്, സംഘടനയെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ എല്ലാം ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും ഹോമിയോപ്പതിയെ കുറിച്ച് ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നത്. അപ്പോൾ ഹോമിയോപ്പതിക്ക് ഒരു 200 വിശിഷ്ടമായിട്ടുള്ള വർഷം ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് 2017 മരിക്കുകയും അയാൾ വളരെ നിസ്സഹായ അവസ്ഥയിൽ മരിക്കേണ്ടതായിട്ട് വന്നു. അറിയാമോ ഡോക്ടറെന്ന് എനിക്കറിയത്തില്ല. സാൻ ജെഫോർഡ് എന്ന് പറയുന്ന ഒരു നോർവേയിലുള്ള ഒരു വില്ലേജിൽ അയാളുടെ വീട്ടിലേക്ക് ഒരാളെ പോലും അനുവദിച്ചിരുന്നില്ല. അത്രമാത്രം ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ പുള്ളിക്കാരന് മരിക്കേണ്ടവർ. പുള്ളിയുടെ ഡെഡ് ബോഡി മാത്രമാണ് എർലാങ്കലിൽ കൊണ്ടുവന്ന് നമ്മുടെ ഹനുമാന്റെ നാട്ടിൽ കൊണ്ടുവന്ന് അടക്കിയത്. എല്ലാവരും എന്നെ ശ്രമിക്കുന്ന ഹോമിയോ ഡോക്ടേഴ്സ് ഓർക്കണം, ഇവർ രണ്ടുപേരും 2-ാം തീയതി ജൂലൈയിലാണ് മരിച്ചത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് വിശദീകരിക്കാൻ അറിയത്തില്ല. അത് ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കും. 2-ാം തീയതി ഫെബ്രുവരിയിലാണ് രണ്ടുപേരും മരിച്ചത്. അതുകൊണ്ട് ഈ രണ്ടുപേരെയും ലെജൻസ് ആയിട്ട് കണക്കാക്കാൻ, അവരെ വിശദമായിട്ട് പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിക്കാനായിട്ട് സാധിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുവാണ്. അതായത് ഈ പറയുന്ന എന്തുകൊണ്ട് ഇത് പ്രചരിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ, ഡോക്ടർ വായിച്ചിട്ട് എന്തുകൊണ്ട് ഡോക്ടർ പ്രചരണത്തിലേക്ക് വന്നിട്ടില്ല? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ 3000 പേരുടെ ലിസ്റ്റിലേക്ക് ഞാൻ പോകാറുണ്ട്. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഈ 3000 പേരിൽ ഒരു വ്യക്തി പോലും ഓപ്പണായിട്ട് ഒരു സംഘടനയിലല്ലാതെ ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു സാധനമാണ്, പുതിയ സാധനം ആരും പറഞ്ഞിട്ടില്ല. എനിക്കതിൽ വിരോധമൊന്നുമില്ല, ഞാൻ ഒന്നും കാണുന്നില്ല. ഞാൻ പണ്ടേ ഇപ്പോഴും ഓർക്കുന്നില്ല, ഏതോ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഒരു ലീഡർ ഈസ് സമ്മൺ ഹു ടേക്സ് ദ ഫ്ലാഗ് വിത്തൗട്ട് ലുക്കിംഗ് ബാക്ക് ഹൗ മെനി ആർ ഫോളോയിങ് മീ. എത്ര പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയേണ്ട കാര്യമുണ്ട്. ഐ ആം കൺവിൻസ്ഡ് അബൌട്ട് ദാറ്റ്, therefore I have taken hold of this flag and I will go forward. ഇന്നത്തെ എൻ്റെ ജീവിതം തന്നെ
ഈ ശാസ്ത്രം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹോമിയോപ്പതി പ്രചരിപ്പിക്കാനായിട്ട് ഇനി എൻ്റെ റോളൊന്നുമില്ല. കാരണം അത് എന്നാലാവുന്ന പോലെ ചെയ്തു എന്ന് വിശ്വസിക്കുവാണ് ഞാൻ. കാരണം ISK 25 വർഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടും 30 വർഷം SC മെമ്പറായിട്ടും ഒക്കെ തുടരുകയും പിന്നെ നമ്മൾ ലൈഫ് മെമ്പറായിട്ട് തുടരുകയും ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ആ സംഘടനയിൽ ഒരു പ്രധാനപ്പെട്ട മുഖം പറഞ്ഞ് ഡോക്ടർ വെറുതെ ISK കൊണ്ടുവന്ന് ഹോമിയോപ്പതി കെട്ടാമെന്ന് വിചാരിക്കേണ്ട അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് ഒരാളുടെ പേര് പറയാതെ ഞാൻ പറയുവാണ്. എനിക്ക് വലിയ സങ്കടം ഉണ്ടാക്കിയ ഹോമിയോപ്പതി കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഞങ്ങളുടെ ടീമിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇന്നലെ ഞാൻ കണക്കെടുത്ത് 20 ഡോക്ടേഴ്സ് ദേ ആർ കേപ്പബിൾ ഓഫ് കണ്ടക്ടിങ് ക്ലാസ്സസ്. അതുകൊണ്ട് എൻ്റെ ക്ലാസ് നടക്കുമ്പോൾ ഹോമിയോപ്പതി അല്ലെങ്കിൽ GSK ഫോർ ഹോമിയോപ്പസ് എന്നുള്ള കോഴ്സ് എടുക്കാൻ 20 persons ഇന്റർനാഷണൽ ആയിട്ടുള്ള കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ദാറ്റ് മീൻസ് വാട്ട് ഫ്രം അബുദാബി ടു UK ടു എനി പാർട്ട് ഓഫ് ദി കൺട്രി അല്ല വേൾഡ്. അപ്പൊ ദേ ആർ ഓൾ ദെയർ. അപ്പൊ ഇവരിലൂടെ ഒരു ക്ലാസ് ഉണ്ടാക്കും. അങ്ങനെയുള്ള ക്ലാസ്സസ് ഉണ്ടാകും. അതുകൊണ്ട് അനിത ഡോക്ടറോട് ഞാൻ വീണ്ടും പറയുവാണ്, അപ്പൊ അങ്ങനെയുള്ള ക്ലാസ് കൂടാനായിട്ട് വരട്ടെ. ഒരു ഇത് ഞാൻ ഐ ആം റെഡി കേട്ടോ. ഞാനിപ്പോൾ ഇന്നത്തെ പോലെ ക്ലാസ് എടുക്കുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എത്രയോ കാലം മുമ്പേ ഹോമിയോപ്പതി, അന്നൊന്നും GSK ഇല്ലല്ലോ, അല്ലെ GSK ഇല്ല. അന്ന് ഹോമിയോപ്പതിയെ കുറിച്ച് നിങ്ങൾ വെൻ യു മീറ്റ് ഒരാളെ കൂടെ കാണുമ്പോൾ നിങ്ങൾ ഹോമിയോപ്പതിയെ കുറിച്ച് പറയുന്നു പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് ഞാൻ. അന്ന് ഹോമിയോപ്പതി ആയിരുന്നു മുഴുവൻ എൻ്റെ തലയിൽ. പിന്നെ അതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് ഞാൻ മാസം പഠിപ്പിക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ തലയിൽ പ്രെഡിക്റ്റീവ് കയറി. ഞാനും പ്രെഡിക്റ്റീവിൻ്റെ കൂടെ പോയി. അത് അന്ന് കൊച്ചിയിലില്ലായിരുന്നു അനിത ഡോക്ടറെ. ഞാൻ ബോംബെയിലേക്ക് കാലിക്കറ്റിൽ നിന്ന്, അതായത് കണ്ണൂർ ഫ്ലൈറ്റില്ല, എയർപോർട്ടില്ല, ഞാൻ കാലിക്കറ്റിൽ പോയി. അന്ന് രാത്രി ഉറക്കളച്ചിട്ട് പിറ്റേ ദിവസം രാവിലത്തെ 7 മണിയുള്ള ഫ്ലൈറ്റിന് പോയിട്ടാണ് ബോംബെയിൽ പോയി ഡോക്ടർ ക്ലാസ്, പ്രഫുൽ വിജയക്കറുടെ ക്ലാസ് 3 വർഷം നടത്തിയത്. അങ്ങനെ ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നടന്നയാളാണ്. ഇന്നിപ്പം ഞാൻ GSK പ്രചരിപ്പിക്കുകയാണ്. ലെറ്റസ് സീ. എനിക്ക് തന്നെ ചെയ്യാവുന്ന ഒരു അഹങ്കാരമൊന്നുമില്ല. ദൈവം നടത്തി തരുമെന്ന് വിശ്വസിക്കുകയാണ്. ഞാനതെല്ലാം ദൈവത്തിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരാളാണ്. ഓക്കെ. ഡോക്ടർ ചോദിച്ചത് ശിവശങ്കരൻ ഡോക്ടർ ചോദിച്ചതാണ് എന്തുകൊണ്ട് അത് സയന്റിഫിക് വേയിൽ ഒത്തിരി റേഡിയോളജിസ്റ്റും ഒത്തിരി സയന്റിസ്റ്റും അംഗീകാരം അതൊക്കെ വരും ഡോക്ടറെ, അതൊക്കെ വരും. സാർ അങ്ങനെ അല്ല ഞാൻ ചോദിച്ചത്. അപ്പൊ എല്ലാവരുടെ കണ്ണിലും അത് പെടേണ്ടതല്ലേ? ഒരു വ്യക്തിയുടെ കണ്ണിലും മാത്രമല്ലല്ലോ ഇത് പെടേണ്ടത്, ആ ലീഷൻസ്. നമ്മൾ ഹോമിയോപ്പത്സ് എക്സ്റേയും മറ്റും അധികം നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നില്ല. പഠിക്കുന്നവരുണ്ട്. അപ്പോൾ MRI സ്കാൻ റിപ്പോർട്ട് നന്നായി വിശദമായി MBBS ന്യൂറോളജിസ്റ്റ് പഠിക്കുന്ന പോലെ തന്നെ പഠിക്കുന്ന ഹോമിയോപ്പത്സ് ഉണ്ട്. പഠിച്ചിട്ടുള്ളവര് ഒരു മൈക്കിൾ എന്നാണ് പുള്ളിയുടെ പേര്. ഞാൻ ആദ്യം 2015 പോകുമ്പോൾ അന്ന് സ്പെഷ്യലായിട്ട് ഒരു സെഷൻ മുഴുവൻ എടുത്ത പുള്ളിയാണ്. CT സ്കാൻ റീഡിങ്ങിനെ കുറിച്ച് മാത്രമാണ്. അപ്പൊ CT സ്കാൻ റീഡിങ് എന്തിനു വേണ്ടി ഈ ഒരു പർപ്പസോടുകൂടി പഠിക്കുമ്പോഴത്തേക്കും ദേ ക്യാൻ വെരി വെൽ. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഞങ്ങൾ നാസിക് ഡോക്ടർ മോട്ടിവാല എന്ന് പറയുന്നതാണ് അദ്ദേഹത്തെ, അവിടുത്തെ പ്രിൻസിപ്പൽ. ഹീസ് എ വെരി സ്ട്രോങ് സപ്പോർട്ടർ ഓഫ് GSK. പുള്ളി ഗൾഫിൽ മുഴുവൻ പോയി ക്ലാസ് എടുത്ത ആളാണ്. എനിക്കും മുൻപേ ഓസ്ട്രേലിയയിൽ പോയി ക്ലാസ് കൂടിയതാണ് ഡോക്ടർ ഫറൂഖ് മോട്ടിവാല. അപ്പൊ അദ്ദേഹം അവിടെ പിള്ളേരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, CT സ്കാനിൽ കാണിച്ചു കൊടുത്തിട്ടാണ് CT സ്കാനിൽ ഹാമർ ഫോക്കസ് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അത് നടക്കും ഡോക്ടറെ, ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ CT സ്കാനിൽ എക്സ്പെർട്ട് ഒന്നും അല്ല. ഇത് ഗ്രാഫിക്കലി പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ എനിക്കൊരു CT സ്കാൻ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫാമർ ഫോക്കസ് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് പറയത്തക്ക ഒരു ലെവലിലേക്ക് ഞാൻ എൻ്റെ എക്സ്പെർട്ടീസ് ആയിട്ടില്ല. സാർ എന്തായാലും എക്സ്പേർട്ട് ആയിട്ടില്ലെങ്കിലും സാറിന്റെ ഗൈഡൻസിൽ ഞാൻ സാറിനെ ലിസൺ ചെയ്യുന്ന മറ്റുള്ളവർക്കും എനിക്കും എക്സ്പെർട്ട് ആവാൻ പറ്റും എന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു സർ. തീർച്ചയായിട്ടും വരണം ഡോക്ടറെ. കുറച്ച് വായിച്ചു തുടങ്ങിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നമുക്ക് ഈ ശാസ്ത്രത്തെയും കൂടെ ഹോമിയോപ്പതിയുടെ, കാരണം ഹോമിയോപ്പതി ഞാൻ പറഞ്ഞല്ലോ സിഫിലിറ്റിക് കേസസിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെഡിസിൻ മാത്രമേ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരത്തെ പറഞ്ഞ കുട്ടിയുടെ കാര്യം ആരെങ്കിലും ചോദിച്ചു, ഡോക്ടർ അയ്യാന്ന് തോന്നുന്നു. ആ കുട്ടിയുടെ കാര്യമായാലും അല്ലെങ്കിൽ നമ്മൾ അനിമൽസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, പ്ലാന്റ്സിന് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ടല്ലോ, അവിടെ ഒന്നും നമ്മൾ ഈ പറയുന്ന കോൺഷ്യസ് ലെവലിലല്ല ചെയ്യുന്നത്. ആ ഒരു തലത്തിൽ നമ്മൾക്ക് കോൺഫ്ലിക്ട്സ് ക്യാൻ ബി ഷെയർഡ്. ഓക്കെ ഡോക്ടർ. സാറേ നമുക്ക് കോൺഫ്ലിക്ട്സിനെ റൂബ്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടേ മിനിമം ഡോസ് യൂസ് ചെയ്യാൻ പറ്റില്ലേ?
കറക്റ്റ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞില്ല. അത് തന്നെയാണ് നമ്മുടെ കാരണം. എന്നാ വെച്ചാൽ ഒരു ഡിസീസ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ കോൺഫ്ലിക്ട്സിലേക്കാണ് പോകേണ്ടതെന്നും ആ കോൺഫ്ലിക്ട്സ് നമ്മളെ കൃത്യമായ റൂബ്രിക്കിലേക്ക് എത്തുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അത് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഇറ്റ് ഈസ് ലൈക്ക് എ GPS. നമ്മൾ കാർഡ് കയറി നിങ്ങൾ ഫാമിലി ഹിസ്റ്ററി മുതൽ എല്ലാം എടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ബാക്കി നമുക്ക് തെറാപ്പിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഈ കാണിച്ച കേസ് ഞാൻ 1 മണിക്കൂർ കൊണ്ട് തീർത്തു. കാരണം എനിക്ക് ഇന്നത്തെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് വെക്കുകയാണ്. അല്ലെങ്കിൽ ഐ ക്യാൻ സ്പെൻഡ് മോർ ടൈം വിത്ത്. അപ്പം അവർ പറഞ്ഞ ഫൈബ്രോയിഡ് യൂട്രസ് തുടങ്ങുന്നു, അങ്ങനെ എക്സിമ പറയുന്നു, അനീമിയ പറയുന്നു. അപ്പൊ അതിനൊക്കെ കോസ് പറഞ്ഞതിന് ശേഷം ഹൗ ദാറ്റ് ലേഡി റെസ്പോൺസ് ടു ദാറ്റ്. അപ്പൊ നമ്മൾ 3 തരത്തിൽ പറഞ്ഞാൽ മതി. ഒന്ന് സൈക്കി, നമ്പർ 2 ബ്രെയിൻ, നമ്പർ 3 ബോഡി. ഈ 3 തലത്തിലേയും കവർ ചെയ്യുകയും അതിൻ്റെ അകത്ത് ഈ കോസേഷൻ ഓഫ് എയിൽമെന്റ്സ് ഫ്രം കോസാലിസ് എന്ന് പറയും. എയിൽമെന്റ്സ് ഫ്രം വാട്ട് ദിസ് ഡൈനാമിക് ചേഞ്ച് ഇൻ ദി സൈക്കി, ദാറ്റ് ഈസ് കോൾഡ്. നമ്മുടെ എയിൽമെന്റ്സ് മുഴുവൻ ഉണ്ട് അതിൻ്റെ അകത്ത്. നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. പലപ്പോഴും രോഗി പറയുന്നതല്ല ഇങ്ങനെ ഉണ്ടാ ഇല്ല, ദാറ്റ് ഈസ് നോട്ട് റിലവൻറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് എ സിംറ്റം. ഞാൻ നേരത്തെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ പേഷ്യന്റ് പീഡിയാട്രീഷ്യന്റെ മോളാണ് വരാൻ പോകുന്നത്. 18 നാളത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. 18 വയസ്സുള്ള കുട്ടിയുടെ റൈറ്റ് ഷോൾഡർ ഫ്രീക്വന്റ് സ്ലിപ്പിംഗ് ഓഫ് ദി ഷോൾഡർ, ഡിസ്ലൊക്കേഷൻ റെക്കറന്റ്. അപ്പൊ അതിന്റെ കാരണം എന്താണ്? ദാറ്റ് റൈറ്റ് സൈഡ്, ഇഫ് ഷീ ഈസ് എ റൈറ്റ് ഹാൻഡ്, അത് നാളെ വന്നു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ, റൈറ്റ് ഹാൻഡഡ്, ദെൻ ദ റൈറ്റ് സൈഡ് റെപ്രസെന്റ്സ് എയ്തർ ഹെർ പാർട്ട്ണർ മീൻസ് ഇനി സ്ട്രോങ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഹെർ ബോയ് ഫ്രണ്ട്, അവളെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്ട്, അല്ലെങ്കിൽ ഫാദർ. മോസ്റ്റ് കോമൺലി പ്രോബബ്ലി ഫാദർ സൈഡ് ആണ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡ് റെപ്രസെന്റ്സ് മദർ സൈഡ്. ഓക്കെ, കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുവാണ്. ഉപകാരപ്പെട്ടു സാറേ. നമുക്ക് സാറിന്റെ കുറച്ചുകൂടെ ക്ലാസ്സുകൾ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. കുഴപ്പമില്ല ഡോക്ടറെ, ഐ എം റെഡി. എന്റെ ജോലി ഇതല്ലേ. കുറച്ച് കേസ് ഒക്കെ കൂടെ നമുക്ക് സ്റ്റഡി ചെയ്ത് ഞാൻ എത്ര കേസ് വേണേലും പറയാം. ഹൺഡ്രഡ്സ് ഓഫ് കേസസ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട NA ബാബു സാർ മരിച്ചപ്പോൾ അന്ന് നമ്മുടെ ഒരു ക്ലോസ് IHK ഫ്രണ്ട് പറഞ്ഞ, ഡോക്ടർ ഇതൊക്കെ പറഞ്ഞ് വെറുതെ ഫുള്ളാകല്ലേ, ഡോക്ടർ ഒരു 100 കേസസ് പ്രസന്റ് ചെയ്യേ. ഐ ക്യാൻ പ്രസന്റ് 1000 കേസസ് നൗ. നേരത്തെ ശിവശങ്കരൻ ഡോക്ടർ പറഞ്ഞല്ലോ, ഡോക്ടർ ഹാമറിന്റെ ഈ കേസും കോടതിയും പോലീസ് ജയിലും ഒക്കെ ആയപ്പോഴത്തേക്ക് അയാളുടെ പഠിക്കാൻ വിട്ടു. 6500 ക്യാൻസർ പേഷ്യൻസിനെ ചികിത്സിച്ചതിൽ 6000 പേര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആഫ്റ്റർ 5 years. അത് അങ്ങനെയാണ് അവിടെയൊക്കെ സക്സസ് ആയത്. 6500, നമ്മൾ എത്ര പേര് 6500 ക്യാൻസർ പേഷ്യൻസിനെ ചികിത്സിച്ചാൽ, വെതർ അലോപ്പതി ഓർ ഹോമിയോപ്പതി, എത്ര പേരെ നമ്മൾ സർവൈവ് ചെയ്യാൻ പറ്റും? ദേ ലിവ്ഡ് ഫോർ 5 years വിതൗട്ട് എനി ഹോമിയോപ്പതി മെഡിസിൻ. ടേക്ക് ഇറ്റ് ഫോർ ഫ്രം മീ. ഒരു ഹോമിയോപ്പതി കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനും ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ലോക്കൽസിൻ്റെ ഒന്നും കൊടുക്കാതെ കൊടുക്കുന്നു. അദ്ദേഹം അതിന് ഇപ്പം ചിലർ ബവൽ നോസോട്സ് പറയും, ചിലർ റീക്കി പ്രാക്ടീഷണേഴ്സ് പറയും, അല്ലെങ്കിൽ ഹാമർ തന്നെ അഡ്വൈസ് ചെയ്തവരാണ് മ്യൂസിക് തെറാപ്പി, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കാമെന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല മെഡിസിനാണ് ഹോമിയോപ്പതി മെഡിസിൻ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ലോകത്തോട് പറയണം. യെസ്, GHK ആയിട്ട് അതിൻ്റെ ഫണ്ടമെന്റൽ, അതിൻ്റെ മേലെ ബിൽഡപ്പ് ചെയ്യേണ്ടതാണ് ഹോമിയോപ്പതി പ്രാക്ടീസ്, അല്ലാതെ അലോപ്പതിയുടെ മുകളിലല്ല. സോ ഐ റോട്ട് ഞാൻ ഓസ്ട്രിയ പോയിട്ട് വന്നപ്പോൾ എഴുതിയ അന്നത്തെ സ്പിരിറ്റിൽ എഴുതിയതാണ്, ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് ഹോമിയോപ്പതി ഷുഡ് ഡിവോഴ്സ് ഫ്രം അലോപ്പതി ആൻഡ് റീമാരി ടു GHK. എൻ്റെ ആർട്ടിക്കിൾ ഇപ്പോഴും വെബ്സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് ഹോമിയോപ്പതി ഷുഡ് get a divorce from these fierce, inhuman, materialistic and cold-blooded ആയിട്ടുള്ള ഒരു അപ്രോച്ച് ടു ഹ്യൂമാനിറ്റി. അത് ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന ടെസ്റ്റ് റിസൾട്ട്, അല്ലെങ്കിൽ ലാബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ്, അല്ലെങ്കിൽ അവൻ്റെ പ്രൊസീജിയറിലൂടെ നമ്മൾ കേൾക്കുവാണ്. ഒരു ചെറിയ ലിംഫ് അഡിനോപ്പതി മതി, ലിംഫ് ആക്സിലറി ലിംഫിൽ ഗാൻഡായ മതി, അതിനെ ഇമ്മീഡിയറ്റ്ലി ലിംഫ് എക്ടമി ഒന്നും അല്ല, മാസ്റ്റെക്ടമി ചെയ്തിട്ടേ അവർ വിടത്തുള്ളൂ. Because that lady is not his sister, his daughter, his mother. Only money. അത്രമാത്രം ഇൻഹ്യൂമൻ ആയിട്ട്, ഇമ്മോറൽ ആയിട്ട് ഒരു മെഡിസിൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും we have got the flag, but not with the present method of education, but with an entirely different way of approach to medical science. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പ്രാർത്ഥനയോടുകൂടി തുടങ്ങി പറഞ്ഞ്, നമ്മളെല്ലാം ദൈവം വിളിച്ചിരിക്കുന്നത് ജനങ്ങളോട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയാനായിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മോട്ടോ ഇതാണ്,
ഫ്രീഡം ഫ്രം ദി ഫിയർ ഓഫ് ഡിസീസസ്. നമ്മൾ ഈ ഫിയറിനെ വിറ്റ് കാശാക്കുവാണ്. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം, അതുകൊണ്ട് ഞാൻ പേടിപ്പിക്കും. മോനെ, അയ്യോ ഇപ്പോഴത്തെ മഴക്കാലമാണേ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, കാരണം അത് ഡെങ്കുവിന്റെ സമയമാണ്, ചിക്കുൻ ഗുനിയ വരും. ആരെ ചിക്കുൻ ഗുനിയ എന്ന് പേരിട്ടത്? ആരാണ് COVID-19 എന്നുള്ള പേരിട്ടത്? നിങ്ങൾ വെറും പനി എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ചുമയെന്ന് പറഞ്ഞാൽ പോരായിരുന്നു? ചുമ പേടി കൊണ്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? പേടിയോടുകൂടി ചുമ. പിന്നെ ഇന്നലെ ഒരു ഡോക്ടറാണ്, പുള്ളിക്കാരന്റെ ഫാദറിനെ D-dimerase has gone up to this, ഓക്സിജൻ ലെവൽ സാച്ചുറേഷൻ കുറഞ്ഞു. എന്തിനാണെന്നേ ഞാൻ ഈ ലേഡിയോട് പറഞ്ഞത്, നെവർ ഗോ ടു എ ഗൈനക്കോളജിസ്റ്റ് ടു മെഷർ യുവർ ലാർജസ്റ്റ് ഫൈബ്രോയിഡ് സൈസ് ഇറക്കാൻ പോകല്ലേ. അവർ 49 ആയി, വിത്തിൻ ഫ്യൂ മന്ത്സ് ഓർ ഇയർ ഷീ വിൽ ബിക്കം മെനോപോസ്. Then why she should worry about the tumor in the uterus? It will get shrunken because there was a conflict. Now that conflict is out of place. It does not require anything to multiply its size. Hyperplasia യാതൊരു സാധ്യതയില്ല, അത് ഇൻവല്യൂഷനിലേക്ക് നടക്കും. That will be automatically there. ലാർജ് ഇൻഡസ്റ്റൈൻ എത്ര കോയിലുണ്ട്? സ്മോൾ ഇൻഡസ്റ്റൈൻ സ്മോൾ ഇൻഡസ്റ്റൈൻ എത്ര കോയിൽ ഓഫ് ഇൻഡസ്റ്റൈൻ ഉണ്ട്? ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ഗിർത്ത് എത്രയാണ്, സൈസ് എത്രയാണെന്ന് അറിയേണ്ട കാര്യമുണ്ടോ നമുക്ക്? ഇതിലെ ഭക്ഷണം ഇട്ട് കൊടുത്താൽ ഇതിലെ മലമായിട്ട് വരുമെന്ന് അറിഞ്ഞാൽ പോരെ? ഇതിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇതിൽ മൂത്രമായിട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോരെ? വി ആർ ടു മച്ച് എന്താ പറയുന്നത്, മെറ്റീരിയലിസ്റ്റിക് ആയി, ടു മച്ച് മെക്കനൈസ്ഡ് ആയി, ടു മച്ച് ബിസിനസ് മൈൻഡഡ് ആയി. അതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞു പറ്റിച്ചിട്ട് മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റൂ, അങ്ങനെ ഇല്ലെന്നേ. നമ്മൾ ഈ ബയോളജിക്കൽ കോൺഫ്ലിക്ട്സിനെ കുറിച്ചും ബയോളജിക്കൽ പ്രിൻസിപ്പിളിനെ കുറിച്ചും ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാമിനെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞ് വി ഹാവ് ഗോട്ട് അവർ ഓൺ സ്പേസ് ടു ഡു അവർ ഡ്യൂട്ടി. യു ക്യാൻ ഗെറ്റ് ദ റെമ്യൂണറേഷൻ. പണമില്ലാതെ ആരെയും ദൈവം ഇവിടെ വെറുതെ വിടത്തില്ല. നിങ്ങളൊരു നോബിളായിട്ടുള്ള ഒരു കടമ ചെയ്തോ, നിങ്ങളെ ദൈവം നിങ്ങളുടെ പുറകെ പണം വരും. യു ക്യാൻ ഡിമാൻഡ് എനിത്തിങ്, ദേ വിൽ ഗീവ്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് എന്താ ഡയാലിസിസും അതും ഇതൊക്കെ ചെയ്ത് മാസ്റ്റെക്ടമിയും ചെയ്ത് അവരൊക്കെ നമുക്ക്, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഒരു മാസ്റ്റെക്ടമിയുടെ ആവശ്യമില്ല, ഒരു ഹിസ്റ്ററെക്ടമിയുടെ ആവശ്യമില്ല, ഒരു ലംബെക്ടമിയുടെ ആവശ്യമില്ല. പേടി പോകുമ്പോൾ തന്നെ അത് അസുഖം മാറി. ജസ്റ്റ് നോ ദി ബയോളജിക്കൽ പർപ്പസ്, അത്രേ ഉള്ളൂ. ഡോക്ടർ, ഈ അഡ്വാൻസ് പതോളജിക്കൽ അഡ്വാൻസ് പത്തോളജി, അതായത് നമ്മുടെ കോൺഫ്ലിക്റ്റ് വെദർ ഇറ്റ് ഈസ് റിറ്റെയിൻഡ്, അതായത് കണ്ടിന്യൂസ് ചെയ്യുന്നത്, നമ്മൾ അതിന് ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് എന്നാണ് GHK പറയുന്നത്. ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് ആക്ച്വലി ക്രോണിക് ഡിസീസിന്റെ പിന്നിലുള്ള സയൻസ് തന്നെ മനസ്സിലായ GHK വന്നുകൊണ്ടാണ്. മയാസം തന്നെയാണ്, പക്ഷേ വൈ ബിക്കോസ് ദി കോൺഫ്ലിക്റ്റ് ഈസ് ഹാങ്ങിങ്. വാട്ട് ഈസ് ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ്? അത് നമുക്ക് വിശദമായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് അഡ്വാൻസ് പത്തോളജി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. അത് ആ ആളുടെ, അത് പ്രെഡിക്റ്റീവ് പഠിച്ചവർക്ക് അറിയാം. ഒരാൾ തോക്കെടുക്കും, ഒരാൾ വടിയെടുക്കും, ഒരാൾ കത്തിയെടുക്കും ശത്രുവിനെ അറ്റാക്ക് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് അവർ ഇൻബോൺ നേച്ചർ. അതല്ലേ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അതല്ലേ നമ്മൾ മ്യാസം, അതല്ലേ നമ്മൾ എല്ലാം പഠിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് ഹോമിയോപ്പതി ഏതിൻ്റെ മേധയാണ് ബിൽഡപ്പ് ചെയ്യേണ്ടത്, അത് GHKയുടെ പുറത്താണ്. പക്ഷെ ഇന്ന് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് നമ്മൾ അഹങ്കരിച്ച് സന്തോഷത്തിൽ സമാധാനത്തിൽ ഇരിക്കുവാണ്. അത് അലോപ്പതിയുടെ മേലെ സൃഷ്ടിച്ച ഒരു പേപ്പർ കാസിൽ എന്നാണ് ഞാൻ പറയുന്നത്, കർലാസ് കോട്ട. അത് GHK വന്നാൽ അത് കോട്ടയായിട്ട് താഴെ കിടക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനെ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഒരു റിസ്കി ജോബാണ്. നേരത്തെ ആരോ എന്നോട് ചോദിച്ച പോലെ ഇതെന്തുകൊണ്ട് റേഡിയോളജിസ്റ്റും സയൻറ്റിസ്റ്റും ഒക്കെ ഇതൊക്കെ വളരെ സൂക്ഷിച്ച് മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കായിരിക്കും. ഡോക്ടർ ഹാമറിനെ 2.5 വർഷം ജയിലിൽ ഇട്ടു. ഞാൻ ജയിലിൽ പോയില്ല, പക്ഷെ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് കോവിഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു വകുപ്പിന്റെ കീഴിൽ ഞാനൊരു ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹൈക്കോടതിയിൽ റിസോൾവ് ചെയ്യുക, അവർക്ക് റിസോൾവ് ചെയ്യേണ്ട, പക്ഷെ കോൺഫ്ലിക്റ്റ് ആക്ട്, അതായത് നമ്മൾ ഇത് പറയാൻ പാടില്ല. പ്രോട്ടോകോൾ വന്നാൽ നമ്മൾക്ക് അതിനെതിരെ പറയാനുള്ള അവകാശം നമുക്കില്ല. വി ബിക്കം ആൻറ്റി സോഷ്യൽസ്. അങ്ങനെയാണ് ഡോക്ടർ ഹാമറിന്റെ പുസ്തകം വായിച്ച്, ഡോക്ടർ ഹാമർ തിയറി ആരോ വായിച്ച് ആരോട് പറഞ്ഞിട്ട് അയാൾ ഏതോ ഒരു ചികിത്സ ചെയ്തായിരുന്നിട്ട് കുട്ടി മരിച്ചതിന്റെ പേരിൽ അയാൾക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു.
അങ്ങനെ 3-4 കേസിലാണ് വിവിധ രാജ്യങ്ങളിലാണ് ഡോക്ടർ ഹാമർ ജയിലിൽ കിടന്നത്. സ്പെയിനിലും ഫ്രാൻസിലും ഒക്കെ. ജർമ്മനിയിൽ ജനിച്ച ആള് അവസാനം നോർവേയിൽ മരിക്കേണ്ട വന്നയാൾ. കൂടുതൽ പഠിക്കുക ഡോക്ടറെ. അതിന്റെ ഒരു കാര്യം എവിഡൻസ് ബേസ്ഡ് ആണ് എല്ലാ ട്രീറ്റ്മെന്റും. അതിനെ ബേസ് ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. പക്ഷെ അതല്ല എന്നുള്ളതാണ് ഡോക്ടർ സ്ഥാപിക്കുന്നത്, അല്ലേ? അതല്ല ഇപ്പൊ ആക്ച്വലി വന്നിരിക്കുന്നത്. മോസ്റ്റ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള GHK ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ ബ്രെയിനിലുള്ള CT സ്കാൻ എന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്യത്തക്ക രീതിയിൽ കൊണ്ടുവരണം. അതിന് ഡോക്ടർ പറഞ്ഞ എവിഡൻസ് എന്ന് പറയുന്നത് വെച്ചാൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂർ ആയാൽ അതല്ലേ എവിഡൻസ് എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്, അല്ലേ? ക്യൂർ എന്നുള്ള ഇല്ല സങ്കല്പം ഡോക്ടറെ. അതായത് ക്യൂർ ആണെന്നേ, നമ്മുടെ പനിയും ജലദോഷവും എല്ലാം ക്യൂർ ആണ്. അതിന് 2 സ്റ്റേജ് ഉണ്ട്. ഡിസീസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴേ അത് അറിയുള്ളൂ. അതായത് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് സ്റ്റേജ്, അതിന് നമ്മൾ കോൺസ്റ്റന്റ് തിങ്കിങ് അബൌട്ട് ദി കോൺഫ്ലിക്റ്റ്, നമ്മൾ സ്ലീപ്ലെസ്നെസ്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, കോൾഡ്നെസ് ഓഫ് എക്സ്ട്രിമിറ്റീസ്, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആങ്സൈറ്റി, നെർവസ്നെസ് എന്ന് പറയുന്നതെല്ലാം സിംറ്റംസ് ആണ്. ആഫ്റ്റർ റെസൊല്യൂഷൻ ആണ് ഹീലിംഗ് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഡിസീസ് മിക്കവാറും നമ്മൾ അറിയപ്പെടുന്നത് അയ്യോ പനി വന്നു, മുട്ടുവേദന വന്നു, അല്ലെങ്കിൽ കിഡ്നിയിൽ സ്റ്റോൺ വന്നു, ബ്രസ്റ്റിൽ ലംബുണ്ടായി എന്നൊക്കെ പറയുന്നത് ഹീലിംഗ് സ്റ്റേജിലാണ്. So why you should be worried about a lump? Because there is a reason. And reason സൈക്കിക്കിലാണ്. ആ സൈക്കിക് റീസൺ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ, നമ്മുടെ മനസ്സിൽ നിന്നും എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുകയാണെങ്കിൽ that lump will become automatically scar tissue. ഇതിൽ പരം എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സയൻസ് ഈ ലോകത്തിൽ ഇനി വരാനില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബ്രെയിനിലുള്ള CT ചേഞ്ചസ് ആണ് അതിന്റെ എവിഡൻസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ ഹിപ്നോട്ടിസത്തിന്റെ കുറെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സബ് കോൺഷ്യസ് മൈൻഡിൽ ട്രേസ് ചെയ്ത് അവിടെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹിപ്നോട്ടിസം. അവിടെയും കോൺഫ്ലിക്റ്റ് ആണ് ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡിൽ. Doctor, above the brain, brain പോലും ഇല്ല, above the body, there are innumerable number of sciences. അതിൽ റീക്കി ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്നോട്ടിസം ഉണ്ട്, സൈക്കോതെറാപ്പി ഉണ്ട്. മൈൻഡ് ലെവലിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി. തൗസൻഡ്സ് അല്ല, അതിനേക്കാൾ കൂടുതൽ ഡിഫറെന്റ് തിയറീസ് ഓരോരുത്തരും തുടങ്ങിയതും ഓരോ പുതിയ തിയറീസും ഡെയിലി ഉണ്ട്. ഇവർക്കെല്ലാവരും യൂട്യൂബിൽ 100 പേരെ കിട്ടിക്കഴിഞ്ഞാൽ ഫോളോവേഴ്സായി ഉണ്ട്. ചിലതൊക്കെ ഇവിടെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞാൽ ഹിപ്നോട്ടിസം, അല്ലെങ്കിൽ സൈക്കോതെറാപ്പി, NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, മെറ്റാ സയൻസ്, അങ്ങനെ അനേകം ശാസ്ത്രങ്ങളുണ്ട്. ഇതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഐ ആം ടോക്കിംഗ് അബൌട്ട് എ ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസീസ് എന്ന് പറയുന്ന ഫിനോമിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ശാസ്ത്രം. അത്രേ പറഞ്ഞോളൂ. എനിബഡി ക്യാൻ ലേൺ, എനിബഡി ക്യാൻ ഡിസ്കാർഡ്, എനിബഡി ക്യാൻ അഡോപ്റ്റ്. എന്ത് വേണേലും ആകാമല്ലോ. നമ്മളെല്ലാം മനുഷ്യരല്ലേ, സ്വതന്ത്ര മനസ്സും ഒക്കെ ഉള്ളവരല്ലേ. അല്ല നാളെ എല്ലാവരും ഹോമിയോ പേഷ്യന്റ് വരുമ്പോഴേ നമുക്ക് ശരിക്കും ഈ GHKയുടെ നോളജ് ഉണ്ടെങ്കിൽ ആ വിധത്തിൽ അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ അവരുടെ അസുഖത്തിന് ഏകദേശം ഒരു പൂർണ്ണത വന്നതുപോലെ നമ്മൾ ആ അസുഖം എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്നു എന്ന് ചിലപ്പോൾ അവരുടെ ഫാമിലിയില് സാറ് പറഞ്ഞതുപോലെ ഇന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന ഒരു പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെ വരാൻ സാധ്യത എന്നുള്ളത് നമ്മൾ അവരോട് ഒരു ഡിസ്കഷൻ നടത്തുമ്പോൾ തന്നെ അവരുടെ അസുഖത്തിന് വ്യത്യാസം വരും പകുതിയിലധികം. പിന്നെ അത് സാറ് പറഞ്ഞ പോലെ നമ്മളെ കോൺഫ്ലിക്റ്റ് നന്നായിട്ട് അനലൈസ് ചെയ്ത് ഹോമിയോപ്പതി ആപ്ലിക്കേഷനും കൂടെ വരുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. കോൺഫ്ലിക്റ്റില് നമ്മൾ കണ്ടെത്തി ആ റൂബ്രിക്ക് കണ്ടെത്തി സിംഗിൾ ഡോസ് മെഡിസിൻ കൊടുക്കുന്ന ഒരു രീതി പ്രെഡിക്റ്റീവ് മെത്തേഡിൽ വരുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. ആ ഒരു മെത്തേഡിൽ എത്തുന്നതിന് GHK വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വിജയകർ സാറിന്റെ മിനിമം ഡോസ്, ഹനുമാൻ ഉദ്ദേശിച്ച ആ മിനിമം ഡോസ് ക്ലാസിക്കൽ മെത്തേഡിലൂടെ എത്തണമെങ്കിൽ GHK നമുക്ക് നല്ല ഒരു ഹെൽപ്ഫുൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ ആര്യാദേവി. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം സാറേ. അപ്പൊ സാറേ ഇനി ഞങ്ങൾക്ക് എന്നത്തേക്കായിരിക്കും സാറിന്റെ ഒരു ക്ലാസ് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്?
എങ്ങനെയാ, എല്ലാ ചൊവ്വാഴ്ചയാണോ ഡോക്ടറെ? ചൊവ്വാഴ്ചകളിൽ സാറിന് അവൈലബിൾ ആവാൻ പറ്റുമല്ലോ അല്ലേ? ഞാൻ നോക്കട്ടെ, ഞാൻ നെക്സ്റ്റ് ട്യൂസ്ഡേ പറയാം. ശരി സാറേ, അതനുസരിച്ച് ഞാൻ സാറിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാം. ഒത്തിരി വാല്യബിൾ ആയിരുന്നു സാറേ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ. കുറച്ച് GSK കുറിച്ച് അറിയാം എന്ന് വരികിലും അതിന്റെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങള് പറയാമേ. അപ്പൊ അത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാറിന്റെ ഒരു ഫോളോവർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അതിലൂടെ ഹോമിയോപ്പതിയെ ക്ലാസിക്കൽ തീർച്ചയായിട്ടും. എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിങ്ങനെ അനിത ഡോക്ടറെ പറയുന്നത്, ഗുഡ് ഹോമിയോപ്പത്ത് ക്യാൻ ബിക്കം എ ബെറ്റർ ഹോമിയോപ്പത്ത് ബൈ GSK. ഗുഡ് ഹോമിയോപ്പത്ത് ആയിരിക്കണം, അല്ലാതെ അങ്ങനെ നമ്മളറിയാമല്ലോ ഹോമിയോപ്പതിയുടെ നമുക്ക് മാർക്കറ്റ് വാല്യൂ കിട്ടുന്നത് ഈ ടിപ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമ്മൾ 10-38 വർഷമായിട്ട് നമ്മുടെ ഈ മാർക്കറ്റ് ഫ്രീ ആകാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മളിപ്പോ ഒരു സയന്റിഫിക് സെമിനാറോ ആനുവൽ കോൺഫറൻസ് നടത്തണമെങ്കിൽ അവിടെ ഈ ഷോറൂംസ് അത് മാറ്റാൻ പറ്റിയിട്ടില്ല. ജനങ്ങൾക്ക് അത് വേണം, അതുകൊണ്ടല്ലേ അത് ചിലവാകുന്നു. അവരാണ് കാശ് തരുന്നതെന്നാണ് പറയുന്നത്. എന്താണ് ഹോമിയോപ്പതി എന്നുള്ളത് മനസ്സിലാക്കാണ്ട് പുതിയ തലമുറയെ ഗൈഡ് ചെയ്യാനായിട്ട് നമ്മളത് സഹായിക്കണം. പെർമനന്റ് ആയിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ GSK പഠിച്ച് ആ രീതിയിൽ ഹോമിയോപ്പതി അപ്ലൈ ചെയ്യുവാണെങ്കിൽ ശരിക്കും നമുക്ക് സ്ഥിരമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മള് ബിസിനസ് നമുക്ക് എപ്പോഴും പൊട്ടിപ്പോകുന്ന പോലെ താൽക്കാലികമായിരിക്കും. അതിന്റെ ആ ഒരു നിലനിൽപ്പ് താൽക്കാലികമായിരിക്കും. സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ ശരിക്കും നമ്മള് അസുഖത്തിന്റെ എന്താണ് അസുഖം ഉണ്ടാവുന്നത് എന്നുള്ളതിന്റെ ഡീപ്പായിട്ട് മനസ്സിലാക്കണം. അത് തന്നെയല്ല പേഷ്യന്റിനെ നമ്മൾ നവയനാക്കണമെങ്കിലും അനിത ഡോക്ടറെ, ഒരു മസ്റ്റ് ആണെന്ന് എനിക്ക് ടിപ്സ് മാത്രം പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ക്ലാസ്സിലെ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം സാറോ. മനസ്സിലായില്ല. ഞാൻ പറഞ്ഞതേ ടിപ്സിന് വേണ്ടിയിട്ട് മാത്രം അതെ അതെ നമ്മൾ പല സെമിനാറുകളും വെക്കുമല്ലോ. അതെ അതെ, അതൊരിക്കലും അത് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു സൊല്യൂഷൻ അല്ലാതെ നമുക്ക് സ്ഥായിയായിട്ടുള്ള തെറ്റായിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഗ്രൂപ്പ് എന്നുള്ളതല്ല, ചില ഗ്രൂപ്പിനകത്ത് ടിപ്സിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു കൊടുക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത ജനറേഷന് ശരിക്കും അതൊക്കെ ബാധിക്കും. അവര് ഹോമിയോപ്പതി തന്നെ അവരുടെ അടി പതറിപ്പോവും. അത് തന്നെയല്ല സാറേ, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ഇപ്പൊ സാറ് പറയണത് പോലെ ഇപ്പൊ GSK ഒക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ ഏതൊരു പുതുതായിട്ട് വന്നു വരുന്ന ഒരു ഡോക്ടറിനും ഏത് കേസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ സാർ? അനലൈസ് ചെയ്യാൻ എടുത്തു വെച്ചതാണ്. അതായത് ഇതിന് ചികിത്സയുണ്ടോ, ഞാൻ ഡയഗ്നോസ് ചെയ്യുന്നത് KRAS G12V മ്യൂട്ടേഷൻ ഫോർ CRC. ഈ CRC എന്ന് പറഞ്ഞാൽ കോളോറെക്ടൽ ക്യാൻസർ ആണ്. അതിന്റെ മ്യൂട്ടേഷൻ സംഭവിച്ചു എന്നിട്ട് ഈ ജനറ്റിക് ചേഞ്ചസ് വന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ബിക്കോസ് നോബഡി നോസ് എന്താണ് കോളനിയിലുള്ള ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള കോൺഫ്ലിക്റ്റ് എന്നുള്ള എന്നിട്ട് ബോഡി ലെവലില്, അതായത് ഒരു സെല്ലുലാർ ലെവലിലുള്ള ചേഞ്ചസ് പറഞ്ഞിട്ട് അതാണ് ഡയഗ്നോസിസ് ക്രൈറ്റീരിയ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റത്തില്ല. ബട്ട് എന്നെ കേൾക്കുന്ന കുറച്ച് പേര് കേൾക്കുക, എന്നിട്ട് പഠിക്കുക, അപ്പന പഠിക്കുക എന്നുള്ളതാണ്. ഇറ്റ് കനോട്ട് ബി ടോട്ട്, ഇറ്റ് ക്യാൻ ബി ലേൺഡ് ഓൺലി. സോ all of you, I am requesting all of you, please start reading www.learninggnm.com. ഗ്ലോബൽ GNM ഞങ്ങളുടെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ധാരാളം ഫ്രീ റീഡിങ്സ് ഉണ്ട്, പെയ്ഡ് റീഡിങ്സും ഉണ്ട്. സാറേ, ഇതിനകത്ത് നമ്മുടെ സാറിന്റെ ഗ്രൂപ്പില് ആഡ് ചെയ്യാത്ത ആൾക്കാർക്ക് സാറെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ അത് തീർച്ചയായിട്ടും ഉണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് പേഴ്സണൽ അയച്ചാൽ മതി. എന്റെ നമ്പർ അനിത ഡോക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുക്കാം. വേണമെങ്കിലും എന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. അത് റിക്വസ്റ്റ് ഞങ്ങളുടെ ഇപ്പൊ തൽക്കാലം അഡ്മിൻസ് മാത്രമാണ്. അപ്പൊ ആർക്ക് വേണേലും റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഹീറ്റഡ് എന്നല്ല, വളരെ നല്ല ഡിസ്കഷൻസ് നടത്തുവാണ്. ആൻഡ് ദേ ആർ ഓൾ ഫ്രം ഡിഫറെന്റ് കൺട്രീസ് ഓഫ് ദി വേൾഡ്. അമേരിക്ക, കാനഡ, UK, ഇങ്ങനെയുള്ള they are all learned GSK teachers. ഇവരെല്ലാവരും കൂടെയുള്ള ഡിസ്കഷൻസ് നടക്കുവാണ്. സോ യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ദ ഡിസ്കഷൻ. അങ്ങനെ ഫ്രീ ആയിട്ട് അതിൻ്റെ അകത്ത് മെമ്പേഴ്സ് ആകും. അപ്പൊ എന്റെ നമ്പർ എടുത്തിട്ട് വന്നോളൂ കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.
അപ്പൊ സാറിന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ഒന്ന് അറിയിക്കുക. ഞാൻ പറയാം അനിത. ഓക്കെ, ബൈ. സാറിന്റെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെഷന് ഞങ്ങള് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സാറ് ഞങ്ങൾക്ക് എന്നും ഇതുപോലുള്ള വാല്യുബിൾ ആയിട്ടുള്ള അറിവുകൾ സാറിൽ നിന്ന് കിട്ടാൻ ഞങ്ങൾ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഒരിക്കൽ കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഡോക്ടറെ, ആ ലിങ്ക് മിസ്സായി പോയത് വലിയൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഒരു 10-100 അത് പേര് കുറെ പേരുടെ വന്നേ, അത് എന്റെ ഒരു ഫോൾട്ടായി പോയി. ഞാൻ ആദ്യം ഇട്ട ലിങ്ക് ഒരു മിസ്റ്റേക്ക് വന്നു. അപ്പൊ സാർ അത് ഷെയർ ചെയ്യേണ്ടി വന്നു. ഷെയർ ചെയ്ത ഒരു 300+. സോറി സാർ, ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതെ ഞാൻ നോക്കാം. ഇനി അടുത്ത ഒരു ഇത് വരുമ്പോൾ നമുക്ക് നന്നായിട്ട്. താങ്ക് യു ഡോക്ടർ അനിതയ്ക്ക് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. കാരണം അനിത ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ചാൻസ് വരത്തില്ല. കാരണം ഹോമിയോ ഡോക്ടേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്നിട്ട് തന്നെ കുറെ നാളായി. IFPH എനിക്ക് വേദി തന്നിട്ടുണ്ട്. പക്ഷെ പറയുന്നില്ല, ഇച്ചിരി പൊളിറ്റിക്സ് ആയിരുന്നു. സ്റ്റഡി ചെയ്യാൻ വേണ്ടി മാത്രമാണ് സാറേ, പഠിക്കാൻ വേണ്ടി മാത്രം. ഞങ്ങൾ ക്ലാസിക്കൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമാണ്. പ്രെഡിക്റ്റീവ് മെത്തേഡിൽ ഉള്ള ആൾക്കാരും അതിനെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ആ മെത്തേഡ് താല്പര്യമുള്ളത് കൊണ്ട് സാറിന്റെ GSK ഒന്ന് അറിയാൻ ആഗ്രഹിക്കുക. എന്നാലാവുന്ന പോലെ ചെയ്യാം. നമുക്ക് കൂടുതൽ വരട്ടെ, കൂടുതൽ കേൾക്കട്ടെ, എല്ലാവർക്കും ജനങ്ങൾ രക്ഷപ്പെടട്ടെ. ഫിയർ ഓഫ് ഡിസീസസ്. Okay, doctor, thank you. Good night to everyone. Thank you everyone for your patient listening. ചോദ്യം ചോദിച്ച ഡോക്ടർ ജോർജിനോടൊക്കെ, ശിവശങ്കരൻ, എല്ലാവരും, ആര്യ ഡോക്ടർ, എല്ലാവർക്കും നന്ദി കേട്ടോ. താങ്ക് യു.